കേൾക്കാമോ? ഓക്കെ, അപ്പൊ നമ്മള് നെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന നല്ല കുട്ടികളാണ് എന്റെ മുന്നിലുള്ളത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, നെറ്റ് എന്ന് പറയുന്ന സാധനം വളരെ എളുപ്പമാണ് പാസ്സാവാൻ. ഇറ്റ്സ് സോ ഈസി ടു പാസ്. വളരെ എളുപ്പത്തിൽ ഇത് പാസ്സാവാൻ പറ്റും നമുക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ പറയാറുള്ളത്, ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് മക്കൾ അനുഭവിച്ചറിയേണ്ടത്, there is no greater human experience than the joy of learning. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അനുഭൂതി നൽകുന്നത് പഠനാനുഭൂതിയാണ്. പഠിക്കുന്നതിന് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആസ്വദിക്കും. വളരെ രസകരമായ ഒരു അനുഭവമാണ് പഠിക്കുക എന്നതാണ്. അപ്പൊ അത് നമ്മൾ അനുഭവിച്ചറിയണം. രണ്ടാമത്തത്, ഇതോടൊപ്പം ഒരു റിയാലിറ്റി നമ്മൾ അറിയേണ്ടത്, നമ്മൾ ജീവിക്കുന്ന കാലം എന്നത് മത്സരത്തിന്റെയും വേഗതയുടെയും കാലമാണ്. കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സമൂഹത്തിന് മത്സരഭാവം വന്നിട്ടുണ്ട്. ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ സകലതിനോടും മത്സരിക്കണം. മത്സര സ്വഭാവമുള്ള ഒരാൾക്കാണ് ജീവിതത്തിൽ വല്ലതുമൊക്കെ നേടാൻ പറ്റും. പരീക്ഷകൾക്ക് മുമ്പ് നമ്മൾ ചേർത്ത് വെച്ചൊരു വാക്കുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാംസ്. പരീക്ഷ എഴുതാൻ വെറുതെ ഇങ്ങ് വന്നാൽ പോരാ, മത്സരിക്കാൻ വരണം, അല്ലേ? ഇതൊരു റിയാലിറ്റിയാണ്. രണ്ടാമത്തതാണ് വേഗത എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മുടെ വേഗതയും പരിശോധിക്കപ്പെടും. പഴയ കാലത്ത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിരുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എ റേസ്. വളരെ പതുക്കെ പോയാൽ സർവ്വതും നേടാമെന്നാണ്. എന്നാൽ ഇന്ന് അതാരും പഠിപ്പിക്കാറില്ല. മറിച്ച് ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് വിൻ ദ റേസ്. ഏറ്റവും വേഗതയിൽ ഏറ്റവും കൃത്യമായ ഉത്തരം നൽകുന്നതാരോ അവൻ ജയിക്കും. അപ്പൊ ഈ റിയാലിറ്റി മനസ്സിലാക്കി പഠനാനുഭൂതി അനുഭവിച്ചറിഞ്ഞാണ് ഇനിയുള്ള ദിവസം നമ്മൾ കടന്നു പോകേണ്ടത്. പരീക്ഷയെ നമ്മൾ വെൽക്കം ചെയ്യണം. ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. ജീവിതത്തിലേക്ക് എല്ലാ നന്മകളും കൊണ്ടുവരുന്നത് പരീക്ഷകളാണ്, അല്ലേ? ഒരു പരീക്ഷയിലെ വിജയമാണ് ജീവിതത്തിന്റെ ഗതി മാറ്റിവിടുക. അതുകൊണ്ട് പരീക്ഷയെ മനോഹരമായി നമ്മൾ കാത്തിരിക്കുകയാണ്. ദിവസം അടുക്കും തോറും ആൻഷ്യസ് ആവരുത്. മനോഹരമായി സന്തോഷത്തോടു കൂടെ ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു പഠിക്കുന്നത് അനുഭവിച്ച് പഠിക്കണം. കോമ്പറ്റീഷനും വേഗതയും ഇനിയുള്ള നാളുകളിൽ നമുക്കുണ്ടാവണം. ഹൈലി പോസിറ്റീവായ ഒരു മനസ്സോടെയാണ് ഇനി നമ്മൾ ഇതിനെ നേരിടേണ്ടത്. ഇനി നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്, പഴയ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിഞ്ഞതിൽ നിന്നും എങ്ങനെയാണ് ആ ഉത്തരം കിട്ടിയത് എന്ന മെത്തഡോളജിയിലാണ് ഈ ക്ലാസ് പോവേണ്ടത്. പരത്തി പറഞ്ഞാൽ, നമ്മുടെ ഈ നിങ്ങൾ അകലെയും ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നുമുള്ള ഒരു ക്ലാസ് റൂമുകളിൽ നമുക്ക് പരിമിതികൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബോറടിക്കാതെ ഈ 2 മണിക്കൂർ വളരെ നല്ല രീതിയിൽ നമുക്കിത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് പോവണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞ്. The research method which focus on establishing causal relationship with controls among variables, independent, moderator and dependent is called. എന്നൊരു 4 ഉത്തരം കൊടുത്തു. സ്ക്രീനിൽ ഒന്നും കണ്ടുകൂടാ, സാറിനെ മാത്രമേ കാണാവൂ. ഇത് കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ലേ? ഇല്ല സർ. ഇല്ല സർ, കാണുന്നില്ല. വന്നിട്ടില്ല സർ. ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല അല്ലേ? ഇല്ല, പ്രസന്റേഷൻ വന്നിട്ടില്ല. അപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ. വെയിറ്റ്.
ഇത് ഷെയർ ചെയ്യാൻ മക്കളെ എന്തോ ഒരു പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? നിങ്ങള് ഈ കേൾക്കുന്നവരുടെ കയ്യിൽ പേപ്പറും പേനയൊക്കെ ഉണ്ടാ? യെസ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം അല്ലേ? നിങ്ങള് ഇടക്കൊന്ന് എഴുതിയൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും അല്ലേ? ഓക്കെ സർ. അപ്പൊ നോക്കേ, ദ റിസർച്ച് മെത്തേഡ് ഒന്ന് എഴുതി നോക്കൂ പെട്ടെന്ന്. ദ റിസർച്ച് മെത്തേഡ്, the research method which focus on establishing casual relationship with controls among variables hyphen independent comma moderator comma and dependent is called എന്നിട്ട് താഴെ 4 ഉത്തരം. നമ്പർ 1, എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്. പോസ്റ്റ് POST പോസ്റ്റ് ഫാക്ടോ ഫാക്ടോ മെത്തേഡ്. എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്. നമ്പർ 2, സർവേ മെത്തേഡ്. നമ്പർ 3, കേസ് സ്റ്റഡി മെത്തേഡ്. Number 4, experimental method. ഇനി ഇതിന്റെ ഉത്തരം ഏത് മെത്തേഡാണ് സർ? രണ്ടാമത്തെ സർവേ മെത്തേഡ്. ഇനി നിങ്ങൾ ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്ക്. ഏതാ ഇതിന്റെ ഉത്തരം? ഒന്ന് വായിച്ചിട്ട് ഒന്ന് പറഞ്ഞേ, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇത് ഒന്നും അറിയാത്ത ഒരാളും ഒന്ന് ട്രൈ ചെയ്യണം. സർവേ ആണോ? എക്സ്പെരിമെന്റൽ സർ കേസ് സ്റ്റഡി ആണോ? എക്സ്പെരിമെന്റൽ ഒരു ഉത്തരല്ലേ വരുള്ളൂ. അപ്പൊ നമ്മള് ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് ഇത് എവിടുന്നാ വന്നത്? ഇത് വന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന ഏരിയയിൽ നിന്നാണ് അല്ലേ? റിസർച്ച് മെത്തഡോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഏതൊരു സാധനമാണെങ്കിലും അതിന് കുറെ ടൈപ്സ് ഉണ്ടായിരിക്കും അല്ലെ? റിസർച്ചിനും കുറെ ടൈപ്സ് ഉണ്ടാകും. ഇതിന്റെ ഉത്തരം എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്നതാണ്. ആ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് ആ ചോദ്യത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോകണം. ആദ്യമായിട്ട് കേൾക്കുന്നവർ ഇതിലുണ്ടാവും, റിസർച്ച് കുറെ അറിയുന്നവരുണ്ടാകും. അപ്പൊ ഒന്നും അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയായിരിക്കും നമ്മൾ സ്വീകരിക്കുക. അപ്പൊ മറ്റുള്ളവർ അതിലെ ക്ഷമ പാലിക്കണം എന്നുകൂടെ ഉണർത്തുന്നു. ഇതിൽ ഒന്നാമത്തെ ഉത്തരം എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് എന്നതാണ് അല്ലെ? എന്താണ് അത് എന്നാണ്. ഈ ടൈപ്സ് ഓഫ് റിസർച്ചിലെ ഒന്നാമത്തെ റിസർച്ചാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന വാക്കിന്റെ അർത്ഥം ആഫ്റ്റർ ദ ഫാക്ട് എന്നാണ്. ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് അല്ലെ? ഒരു കാര്യം ഇതുവരെ നടന്നിട്ടേയില്ല, നടന്നതിന് ശേഷം ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഇനി അത് ഉണ്ടാകുമോ, ഇനി വന്നാൽ നമ്മൾ എങ്ങനെ അത് പ്രതിരോധിക്കും
ഇനി വരാതിരിക്കാൻ എന്ത് മാർഗങ്ങൾ സ്വീകരിക്കും? ഇങ്ങനെ ഇതുവരെ സംഭവിക്കാത്തതും എന്നാൽ സംഭവിച്ചതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കുന്ന റിസർച്ചിനെയാണ് നമ്മൾ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയാ. ഗോട്ട് ദ പോയിന്റ്? കിട്ടിയോ നിങ്ങൾക്ക്? വളരെ സിമ്പിൾ അല്ലേ? ആണ്. ഇങ്ങനെ ഒരു റിസർച്ച് ചെയ്യേണ്ടി വരുന്നത് ഒരു സംഭവം സംഭവിച്ചതിന് ശേഷമാണ് അല്ലേ? ഉദാഹരണത്തിന് കേരളത്തിലെ ഫ്ലഡ് നടന്നു. ഫ്ലഡ് നടന്നതിന് ശേഷം ഒരുപാട് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചുകൾ നടന്നു. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഇതിനു മുമ്പ് ഇത് ഉണ്ടാവാത്തത് എന്താണ്? ഇതുണ്ടാവാൻ ആക്സിലറേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം പഠിക്കേണ്ടി വന്നത് ഒരു സംഭവം നടന്നതിന് ശേഷമാണ്. അപ്പോ എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ദ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട്സ്, ഇതിന്റെ പഠനം നടക്കുന്നത് ആഫ്റ്റർ ദ ഫാക്ട് ഹാസ് ഒക്കേർഡ്, ഒരു സംഭവം നടന്നതിന് ശേഷം. പിടികിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ഇടയ്ക്ക് ഒരാൾ ഇങ്ങനെ മൂടിക്കഴിഞ്ഞാൽ അതെ അതെ യെസ്. ഇനി നമ്മൾ എന്തോ ചെയ്യണം? ഇപ്പൊ അത് മനസ്സിലായി. ഇനി ആ വാക്കിനോട് ചേർത്ത് ചില ടേംസ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ചില ടേംസുമായിട്ട് ഒരു ഫെമിലിയറിറ്റി വേണം, ഒരടുപ്പം വേണം. അത് എന്താണ് എന്ന് ഒരു റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു ഡിസൈൻ ഉണ്ടാകും. നമ്മളൊരു സാരി വാങ്ങിക്കാൻ പോകുമ്പോഴും നമ്മളൊരു ഡിസൈനിനെ കുറിച്ച് പറയാറില്ലേ? ഡിസൈൻ ഇല്ലാത്ത ഒരു സ്റ്റഡിയോ ഒരു പ്രൊഡക്റ്റോ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ഡിസൈൻ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ റിസർച്ചിനും രണ്ട് ഡിസൈൻ ആണുള്ളത്. ഒന്ന് പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ, പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ. രണ്ട് റിട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ. അല്ലെ? ആ വാക്ക് എന്നെ കേൾക്കും പറയാം. രണ്ടാമത്തെ വേർഡ് ഒന്നുകൂടെ പറയാമോ? റിട്രോസ്പെക്റ്റീവ്, RETROSPECTIVE, റിട്രോസ്പെക്റ്റീവ്. പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാവുന്നതിനെ മാത്രം പഠിക്കുന്ന ഡിസൈനിനെയാണ്. അല്ലേ? കഴിഞ്ഞു പോയത് അതിന്റെ വിഷയമേ അല്ല. റിസർച്ച് ആകെ എയിം ചെയ്യുന്നത് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭാവി. പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രം പഠിക്കുന്ന റിസർച്ചാണ് പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ. റിട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാല് അത് പഴയ കാലത്തെ കൂടെ ഈ റിസർച്ചിന്റെ പരിധിയിൽ വരും. റിട്രോസ്പെക്റ്റീവ് പിറകെയുള്ള അല്ലെ മുമ്പുള്ള കാലത്തെ കൂടെ പഠിക്കും. അപ്പോ ഈ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈനിൽ ഉള്ളതാണ്. അഥവാ അത് പഠിക്കുന്നത് പഴയ കാലത്തെ കൂടെ ചേർത്ത് വെച്ചാണ്. ആ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം. പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഭാവിയെ പഠിക്കും. റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് പഴയ കാലത്തെ കൂടെ ഉൾക്കൊള്ളും. അപ്പൊ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഏതില് വരും? റിട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈനിൽ വരും. കാര്യം പിറകെ ഉള്ളത് കൂടെ പഠിക്കണം അല്ലേ? ഇനി ഈ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചില് എന്താണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പഠിക്കുക ഇതില്? കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അതൊന്ന് എഴുതി വെച്ചോണം. എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിൽ നമ്മൾ എന്താണ് പഠിക്കാൻ ശ്രമിക്കുന്നത്? ജസ്റ്റ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് അല്ലെ? ഇക്കാരണത്താലാണ് ഇന്നത് സംഭവിച്ചത്. ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെ നമ്മൾ അല്ലെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കാനാണ് ഉണ്ടാവുക. ഇനി എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിൽ നമ്മൾ
കേട്ടിരിക്കേണ്ട ഒരു വാക്കാണ് ബയാസ് ഓഫ്, ബയാസ്, BIAS, ബയാസ് ഓഫ് പോസ്റ്റ് ഹോക്ക്, പോസ്റ്റ് ഹോക്ക്, POST, പോസ്റ്റ് ഹോക്ക്, HOC, ഹോക്ക്, fallacy, 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 bias of post hoc fallacy. ഈ വാക്ക് കണ്ടാ അറിയണം അത് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. എന്താണ് അത്? ബയാസ് ഓഫ്, ബയാസ്, BIAS, ബയാസ് ഓഫ്, ബയാസ് ഓഫ് പോസ്റ്റ്, പോസ്റ്റ് ഹോക്ക്, HOC, ഹോക്ക്, fallacy, fallacy. ഇതെന്താണ്? ഈ ബയാസ് ഓഫ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറഞ്ഞാൽ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിന്റെ ഒരു തിന്മയാണ്, ഈവിളാണ്. ഏതൊരു റിസർച്ച് ഡിസൈനിനും അതിന്റെ ഗുണവും ദോഷവും ഉണ്ടാകും. എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിന്റെ ദുർഗുണമാണ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണ് ബയാസ് ഓഫ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്നതാണ്. എന്താണത്? പഴയ ഒരു സംഭവം നടന്നു, നടന്നതിന് ശേഷം ഒരാൾ പഠിക്കാൻ പോയി, പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു മുൻധാരണ വെച്ച് റിസർച്ചിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ബയാസിനെയാണ് നമ്മൾ പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയാം. റിസർച്ച് ചെയ്യാൻ പോണ ഒരാൾക്ക് ഒരിക്കലും മുൻധാരണ പാടില്ല, അല്ലേ? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പാടില്ല. എന്താ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? മുന്നേ അയാൾ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, ആ സാധനം അതന്നെ ആയിരിക്കും അതിന്റെ കാരണം എന്ന ധാരണയോടെ റിസർച്ചിലേക്ക് പ്രവേശിക്കുന്ന മണ്ടത്തരത്തെയാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയാം. ഉദാഹരണത്തിന് എന്താ? ഉദാഹരണത്തിന് ഡെലിക്വൻസി എന്ന് പറയുന്ന ഒരു സംഭവം അടുത്ത കാലത്തായി ഉണ്ടായി. ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജുവനൈൽ ഡെലിക്വൻസി, കുട്ടി കുറ്റവാളികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുട്ടി കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു. അതിപ്പോ നടന്നതാണ്, അല്ലെ? ഇപ്പോഴാണ് സംഭവിച്ചത്, അത്രയൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. അത് പഠിക്കാൻ ഒരു റിസർച്ചർ പോവുകയാണ്. പോകുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്, ഈ കുട്ടി കുറ്റവാളികളെ അല്ലെ ഉണ്ടാക്കിയെടുക്കുന്നതില് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഏതാണത്? പാരന്റ്ഹുഡ് ആൻഡ് ഡെലിക്വൻസി. നേരെ ചൊവ്വയുള്ള പാരന്റിങ് നടത്താത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആവുന്ന എന്ന ധാരണയിൽ ഒരാൾ ഇറങ്ങിച്ചെന്നാൽ അയാൾ എവിടെ തെരഞ്ഞാലും ഈ കാരണമേ കണ്ടെത്തുള്ളൂ. പക്ഷേ ചിലപ്പോൾ പിയർ പ്രഷർ, കൂട്ടുകാരുടെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ കൂൾ ഗാങ്സ്, എന്തും തോന്നിവാസം ചെയ്യാനുള്ള ഒരു ഗാങ് ആയിരിക്കാം ഇവനെ കുട്ടി കുറ്റവാളിയാക്കിയത്. പക്ഷെ പണ്ടെങ്ങാണ്ടോ അയാൾ വായിച്ചു പഠിച്ചത് കുട്ടി കുറ്റവാളികളെ സൃഷ്ടിക്കപ്പെടുന്നത് റോങ് പാരന്റിങ് ആണ് എന്ന ഒരു ധാരണയോട് അയാൾ ഇറങ്ങിയാൽ അയാളുടെ റിസൾട്ടും അതായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം നടന്നതിന് ശേഷം ഒരു റിസർച്ചിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ അയാളുടെ ധാരണകളും വിശ്വാസങ്ങളും ഈ പഠനത്തിൽ പ്രതിഫലിക്കുന്നു എങ്കിൽ അത്തരം മണ്ടത്തരങ്ങളെ നമ്മൾ പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയും. ഇപ്പൊ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, പക്ഷെ ഒന്നുമില്ല, 2-3 കാര്യങ്ങളെ നമ്മൾ പഠിച്ചുള്ളൂ. ഒരു കാര്യം നടന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. റിസർച്ച് ഡിസൈനിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ, ഭാവി പഠിക്കുന്നതും, 2 റിട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ, അല്ലെ, കഴിഞ്ഞ കാലം കൂടെ പഠിക്കുന്നതും. ഇതില് റിട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈനിലാണ് ഈ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് വരിക. എന്താണ് ഇതുകൊണ്ട് പഠിക്കുന്നത്? ദ കോസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇതിന്റെ ഒരു കോസും അതിന്റെ ഇഫക്റ്റും, അല്ലെ? ഇതിന്റെ ഡിഫക്റ്റ് ആണ്, തിന്മയാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്നത്. അപ്പോ നമ്മളുടെ ടൈപ്സ് ഓഫ് റിസർച്ചില് നമ്പർ 1 പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ആ ഉത്തരത്തിലെ
രണ്ടാമത് കൊടുത്ത ഒരു ഓപ്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ്? അത് സർവേ അല്ലെ? സർവേ മെത്തേഡ്. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് നമ്മൾ പഠിച്ചു. നമ്പർ 2 സർവേ റിസർച്ച്. രണ്ടാമത്തതാണ് സർവേ റിസർച്ച്. സർവേ റിസർച്ച് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എങ്ങനെയാണ് പറയേണ്ടത്? സോഷ്യൽ സയൻസിൽ widely and extensively used method. സോഷ്യൽ സയൻസ് റിസർച്ചില് ഏറ്റവും കൂടുതൽ വിശാലമായി എല്ലാവരും ഉപയോഗിക്കുന്ന റിസർച്ചാണ് സർവേ റിസർച്ച്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ റിസർച്ച് ചെയ്യുന്നവരുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഏത് റിസർച്ചാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏത് മെത്തേഡാണെന്ന് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് പറയും സർവേ റിസർച്ച് അല്ലേ? സർവേ റിസർച്ച്. എന്തുകൊണ്ടായിരിക്കും ഈ സർവേ റിസർച്ച് എല്ലാവരും എടുക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും അതിന്റെ റീസൺ? എല്ലാവർക്കും ഇഷ്ടം സർവേ റിസർച്ച് നടത്താനാണ് അല്ലേ? അതിന്റെ ഒന്നാമത്തെ റീസൺ ഈസി ടു കണ്ടക്ട്. എപ്പോ വേണമെങ്കിലും ഈ സാധനം നടത്താം, എപ്പോ വേണമെങ്കിലും നടത്താം. അതിന് സമയമില്ല, നേരമില്ല, കാലമില്ല. ഒരാൾ റിസർച്ച് ചെയ്യാൻ പോണ ആളാണെങ്കിൽ അയാളുടെ ബാഗിൽ കുറച്ച് സർവേക്കുള്ള പേപ്പേഴ്സ് ഉണ്ടാവും, ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ അയാളുടെ ടൂൾ ആ ബാഗിൽ ഉണ്ടാവും. യാത്ര പോകുമ്പോ ബസ്സിൽ നിന്ന് ആ സാധനം എടുത്ത് സർവേ നടത്താം. ബസ്സിൽ നിന്ന് ഇറങ്ങി വേറൊരു ബസ്സിനെ കാത്തിരിക്കുമ്പോ അവിടുന്ന് നടക്കത്താം. അപ്പൊ ഇതിന്റെ ഈസി ടു കണ്ടക്ട് അല്ലെ? ഒരു സയന്റിഫിക് റിസർച്ച് നടത്തുമ്പോൾ അതിന് ലാബ് വേണം, അതിന് സമയം വേണം അല്ലെ? അതിനൊരു പ്രൊസീജിയർ വേണം. സർവേ റിസർച്ച് ആകുമ്പോ വെരി ഈസി ടു കണ്ടക്ട്, വളരെ സിമ്പിൾ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് വെരി ഈസി ടു കണ്ടക്ട്. നമ്പർ 2 ഇറ്റ്സ് സോ ചീപ്പ് എന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ പൈസ വേണ്ട അല്ലെ? ഒരു സയന്റിഫിക് റിസർച്ച് നടത്തണമെങ്കിൽ എത്ര രൂപ വരും നോക്കി. എന്തൊക്കെ സെറ്റിങ്സ് വേണം, എന്തൊക്കെ പ്രൊസീജിയർ വേണം അല്ലെ? അതിന്റെ ക്ലൈമറ്റ് ഒക്കെ സൃഷ്ടിക്കപ്പെടണം. പക്ഷേ സർവേ ആയിരിക്കുമ്പോ കുറഞ്ഞ ചെലവിൽ കുറച്ച് ഫോട്ടോ കോപ്പിയുടെ പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ പോയിട്ട് കുറച്ച് ചോദ്യം ചോദിച്ചിട്ട് അയാൾ പറയുമ്പോ മൊബൈലിൽ ഒന്ന് റെക്കോർഡ് ചെയ്യേണ്ട പണിയുള്ളൂ, അല്ലെങ്കിൽ അയാൾ പറയുന്നതൊന്ന് നോട്ട് ചെയ്യേണ്ട പണിയുള്ളൂ. ഇറ്റ്സ് സോ ചീപ്പ്. പൈസ ചെലവാണ്, പൈസ ചെലവില്ല. മൂന്നാമത്തതാണ് ഇറ്റ്സ് ഹൈലി റിലയബിൾ. അതെ, അതിൽ നിന്ന് കിട്ടുന്ന സത്യമുണ്ടല്ലോ അതിന് വാലിഡിറ്റി കൂടുതലാണ്. അത് പിന്നെ എങ്ങനെ അല്ലാണ്ടിരിക്കും? ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഉത്തരം കിട്ടേണ്ടയാൾ മുന്നിൽ നിൽക്കുക അല്ലെ? അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മൊബൈലിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമെയിലിൽ എനിക്ക് അയക്കണം. ഭയങ്കര റിലയബിൾ ആണ് ഈ സാധനം. സർവേ റിസർച്ചിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് വാലിഡിറ്റി കൂടുതലാണ്, അതിന് റിലയബിലിറ്റി കൂടുതൽ, ഡിപ്പെൻഡബിൾ ആണ് അല്ലെ? അതിൽ നിന്ന് കിട്ടാവുന്ന സത്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അപ്രോക്സിമേറ്റ് ട്രൂത്ത്. അപ്രോക്സിമേറ്റ് ട്രൂത്ത് അല്ല, ബട്ട് ദ പെർഫെക്റ്റ് ട്രൂത്ത്. സത്യമായ അവസ്ഥയായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത് അല്ലെ? അപ്പൊ സർവേ റിസർച്ച് ആണ് സോഷ്യൽ സയൻസിൽ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത്. മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് റിസർച്ച് ടെക്നിക് ഇൻ സോഷ്യൽ സയൻസ്. രണ്ടാമത്തേത് ഇറ്റ്സ് ഈസി ടു കണ്ടക്ട്, ഇറ്റ്സ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് റിലയബിൾ. മൂന്നാമത് അതിൽ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഇതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്? സർവേ റിസർച്ചിലൂടെ പഠിക്കുന്നത് it studies the relationship and the characteristics, not that usages. സർവേ സ്റ്റഡി അല്ലെ, അല്ലെങ്കിൽ സർവേ റിസർച്ച് നടക്കുന്നത്, കണ്ടുപിടിക്കുന്നത്, നമ്മൾ അറിയുന്നത് the relationship and the characteristics അല്ലെ? ബന്ധങ്ങളും സവിശേഷതകളും അറിയാൻ, ആഴത്തിലറിയാൻ നമ്മൾ സർവേ ഉപയോഗിക്കും. അത്
അല്ലേ? സൗണ്ട് ബ്രേക്ക് ആയി സർവേ റിസർച്ചിൽ കേൾക്കുന്നത്. നമ്മള് നോക്കാം. അപ്പോ മൂന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? റിലേഷൻഷിപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അത് കിട്ടി സർ. യെസ്, അതാണ് സർവേ റിസർച്ചിലൂടെ നമ്മൾ പഠിക്കാം. അപ്പൊ മറ്റേത് മറന്നു പോകരുത്. എക്സ്പോസ്റ്റ് ഫാക്ടോയിൽ കോസ് ആൻഡ് ഇഫക്റ്റ് പഠിക്കുമ്പോ സർവേയിൽ നമ്മൾ റിലേഷൻഷിപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഇനി 2 തരം സർവേ റിസർച്ച് ഉണ്ട്. ആ ടേം കൂടെ അറിയണം. ഒന്ന് ലോങ്ങിറ്റ്യൂഡിനൽ LONGITUDINAL ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച്. രണ്ടായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് സെക്ഷണൽ സർവേ. ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ പറയും, നിർത്താതെ നിരന്തരം കാലങ്ങളോളം വർഷങ്ങളോളം നിരന്തരം സർവേ നടന്നുകൊണ്ടിരിക്കുക. ക്രോസ് സെക്ഷണൽ എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല, ബ്രേക്ക് ഉണ്ട് എന്നും ധരിക്കാം. അപ്പൊ അത്ര മാത്രം അറിഞ്ഞാൽ മതി. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പെർമനന്റ് ആണ്, മറ്റേത് പെർമനൻസി ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ ഉണ്ടാവും. ഇതാണ് 2 ഡിവിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ? അപ്പോഴോ സർവേ റിസർച്ച് പൂർത്തീകരിച്ചു. ഇത്ര എളുപ്പമാണതെല്ലാം പഠിക്കാൻ. പക്ഷെ ഉള്ളിൽ മനസ്സിലാക്കിയാൽ മാത്രം ചെയ്താൽ മതി എന്താണ് സാധനം. ഇനി ആ ഉത്തരത്തിലെ മൂന്നാമത്തേതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്കറിയാം, ഒരു കേസിനെ സ്റ്റഡി ചെയ്യുക. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ക്രോസ് സെക്ഷണൽ എന്നാണോ സർ? ക്രോസ് സെക്ഷൻ. അതെ, സെക്ഷണൽ. സെക്ഷൻ സെക്ഷണൽ. ഇനി അപ്പൊ എന്തായി? ഇനി ഈ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രതിഭാസത്തെ അതങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ അത് അനുഭവിക്കാത്ത ആൾക്ക് അറിയാൻ പറ്റില്ല. അനുഭവിക്കാത്ത ആൾക്ക് അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അനുഭവിച്ച ഒരാളുടെ പിറകെ പോയി, അയാൾ അറിഞ്ഞോ അറിയാതെയോ അയാളുടെ പിറകിൽ റിസർച്ചർ ഉണ്ട്. ചില സമയങ്ങളിൽ അയാൾ അറിഞ്ഞും ചില സമയത്ത് അയാൾ അറിയാതെയും ഒരാളുടെ പിറകെ കൂടി, ഒരാളെന്ന് മാത്രമല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പിറകെ പോയി, അല്ലെങ്കിൽ ഒരാളുടെ പിറകെ പോയി, അല്ലെങ്കിൽ കുറെ ആളുകളുടെ പിറകെ പോയി. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇടയിൽ ചെന്ന് അവരോടൊപ്പം താമസിച്ചും കഴിഞ്ഞുമൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയാം അല്ലെ? ചെറിയ പ്രായത്തിൽ ഈ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ എങ്ങനെ ഇത് പറ്റി എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പുറമേ ഇരുന്ന അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാലൊന്നും സംഗതി തിരിയുകയില്ല, മനസ്സിലാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? അവൻ എങ്ങനെയാണെന്ന് അവന്റെ പിറകെ പോയി പഠിക്കണം. കുറെ ദിവസം പോയി അവൻ അറിഞ്ഞും പിന്നിലുണ്ടെന്ന് അറിഞ്ഞും അറിയാതെയും പോകണം അല്ലെ? അറിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരാൾ എന്നെ കുറിച്ച് പഠിക്കുന്നു, എന്നെ കുറിച്ച് പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് ഉപയോഗം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവനോട് എന്ത് ചോദിച്ചാലും സത്യം മാത്രം അവൻ പറയും. അപ്പൊ അവനെ അറിയിക്കണം, ഞാൻ ഇങ്ങനെ പഠിക്കാൻ വന്നതാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നീ സത്യമേ പറയാവൂ, നീ പറയുന്നതൊന്നും പുറത്തു പോവുകയില്ല, ഞാനല്ലാതെ മറ്റൊരാൾ അറിയുകയില്ല. നിന്റെ ഈ തുറന്നു പറയൽ ഒരു നന്മയിലേക്ക് നയിക്കും എന്ന് അവനെ അറിയിക്കുമ്പോൾ അവൻ സത്യം തുറന്നങ്ങോട് പറയും. എന്നാൽ ചില സമയത്ത് അവന്റെ പിറകെ ഉണ്ട് എന്ന് അവൻ അറിയുകയും ചെയ്യരുത്. കാരണം എന്താ? എന്റെ പിറകിൽ ഒരാൾ ഉണ്ട് എന്ന് അവൻ അറിഞ്ഞാൽ ഡെലിബറേറ്റ് ബിഹേവിയർ, ബോധപൂർവം അവൻ നല്ലവനാകാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അല്ലെങ്കിൽ പ്രിറ്റൻഡഡ് ബിഹേവിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചില സമയത്ത് കേസ് സ്റ്റഡി എന്ന് പറയുന്ന സാധനം ഒരാളുടെ പിറകെ പോയി, അല്ലെങ്കിൽ ഒരു ഫിനോമിനന്റെ പിറകെ പോയി
അത് റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ അവരോടൊപ്പം ചിലപ്പോ ആദിവാസികളുടെ കൂട്ടത്തിലേക്ക് ആദിവാസികളുടെ കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ടൗണിൽ ഇവിടുന്ന് എഴുതിയാൽ ശരിയാവോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യണം? അവരുടെ കൂട്ടത്തിലെ ഒരാളാവണം, അവിടെ പോവണം, പോയിട്ട് അവരുടെ ലീഡറിനെ കാണണം, പെർമിഷൻ വാങ്ങിക്കണം, അവരുടെ കൂടെ അവരുടെ വസ്ത്രം ധരിച്ചും അവരുടെ ഭക്ഷണം കഴിച്ചും അവർ ഉറങ്ങുന്ന പോലെ ഉറങ്ങിയൊക്കെ കൂടെ നിന്നാലേ ഈ സത്യം വെളിപ്പെടൂ. ഇങ്ങനെ ഒരു കണ്ടംപററി ഫിനോമിനൻ ഇൻ ഡെപ്ത്, ആഴത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ പഠിക്കാൻ വിത്തിൻ ദ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്, നേർക്ക് നേരെ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ അങ്ങനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന റിസർച്ചിനെ നമ്മൾ കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയും. വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ കേസ് സ്റ്റഡി തന്നെ 2 തരത്തിലുണ്ട്. 2 types of case study. ഒന്ന് സിംഗിൾ കേസ് ഡിസൈൻ. സിംഗിൾ കേസ് ഡിസൈൻ, ഒറ്റ ഒരു സാധനത്തെ പഠിക്കുക. അതൊരാളാവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാകാം, ഒരു സ്റ്റേറ്റ് ആവാം, ഒരു കൺട്രി ആവാം. ഇതൊക്കെ സിംഗിൾ കേസ് ഡിസൈൻ ആണ്. അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ മാത്രമല്ല, ചില സ്ഥാപനങ്ങളെ നമ്മൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കും. ചില സ്കൂളുകൾ അതിന്റെ അക്കാഡമിക് പെർഫോമൻസ് കുറവാണ്, അപ്പൊ അതൊരു കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ എടുക്കും. രണ്ടാമത്തതാണ് മൾട്ടിപ്പിൾ കേസ് ഡിസൈൻ. ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ കേസിനെ ഒരുമിച്ചെടുത്ത് പഠിക്കാനും കേസ് സ്റ്റഡി ഉപയോഗിക്കും. അതില് എടുത്ത് മനസ്സിലാക്കേണ്ട ഒന്ന്, ദ റിസൾട്ട് കനോട്ട് ബി ജനറലൈസ്ഡ്. അത് എഴുതി വെക്കണം. ദ റിസൾട്ട് ഇൻ ദ കേസ് സ്റ്റഡി കനോട്ട് ബി ജനറലൈസ്ഡ്. അതെ, നേരത്തെ നമ്മൾ 2 എണ്ണം പഠിച്ചില്ലേ ഇല്ലേ? അതില് സർവേ റിസർച്ച് നമുക്കറിയാം. തിരുവനന്തപുരം ജില്ലയിലെ 100 കുട്ടികളിൽ ഒരു സർവേ നടത്തിയാൽ നമുക്ക് അതിന്റെ റിസൾട്ടിനെ ജനറലൈസ് ചെയ്യാം. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിന്റെ 14 ജില്ലകളിലും കുട്ടികളുടെ മനസ്സ് ഇങ്ങനെയായിരിക്കും. സർവേ റിസർച്ചിന്റെ ഏറ്റവും വലിയ ഗുണമാണ് റിസൾട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ the result in the case study cannot be generalized. Okay, thank you. ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. സർവേ എന്ത് ചെയ്യാൻ പറ്റും? ജനറലൈസ് ചെയ്യാൻ പറ്റും. തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികളിൽ പഠിച്ച ഒരു കാര്യം കൊല്ലം തുടങ്ങി ആലപ്പുഴ, കോട്ടയം, കാസർഗോഡ് വരെ അത് ജനറലൈസ് ചെയ്യാൻ പറ്റും. അവിടെയും കുട്ടികൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാം. പക്ഷേ കേസ് സ്റ്റഡി റിസർച്ചിലെ റിസൾട്ട് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അത് അതിനെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ കേസ് സ്റ്റഡി റിസർച്ച് നമ്മൾ പഠിച്ചു. ഇനി അവസാനം ഉത്തരം, 4ാമത്തെ. അപ്പൊ 4 റിസർച്ച് നമ്മൾ പഠിച്ചത്, എക്സ് പോസ്റ്റ് ഫാക്ടോ, സർവേ ആൻഡ് കേസ് സ്റ്റഡി. 4ാമത്തേതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അത് കേട്ടാൽ തന്നെ നമുക്കറിയാലോ, ഒരു പരീക്ഷണം നടത്തി അല്ലേ? പരീക്ഷണം നടത്തിയിട്ട് നമ്മൾ അതിന്റെ റിസൾട്ട് കണ്ടെത്താം. അപ്പോ എന്തിനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തുന്നത്? എന്തിനാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തുന്നത്? അതിന്റെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ടു ഡിറ്റർമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. To determine a relationship between 2 variables. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തുന്നത്. വേരിയബിൾസ് അല്ലെ? ഒരു റിസർച്ചിന്, ഏത് റിസർച്ചിനും മിനിമം 2 വേരിയബിൾ ഉണ്ടാവും അല്ലേ? ആ വേരിയബിൾ എന്താണ്? ആ ടേം നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും, പക്ഷെ അതെന്താണെന്ന് പറയുമ്പോഴേ മനസ്സിലാകും. 2 വേരിയബിൾ ഉണ്ടാവും അല്ലെ? ആ 2 വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഒന്ന് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമാണ്. മറ്റൊന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന് സ്വതന്ത്രമായ വേരിയബിളും മറ്റൊന്ന് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം അല്ലേ?
ഒരു ഉദാഹരണം ഒന്ന് എഴുതി നോക്കണേ. The test score ഒരു ടെസ്റ്റിന്റെ സ്കോർ affects how long you sleep. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ടെസ്റ്റ് സ്കോർ affects how long you sleep. നിന്റെ പരീക്ഷയുടെ ഒരു ടെസ്റ്റിന്റെ സ്കോർ the test score test score affects how long you sleep. ഇതിന്റെ അർത്ഥം എന്താ? ഒരാളുടെ പരീക്ഷയുടെ മാർക്ക് ആശ്രയിച്ചിരിക്കുന്നത് അയാളുടെ ഉറക്കം എത്ര കണ്ട് ഉറങ്ങുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട് അല്ലെ? ഉറക്കവും ടെസ്റ്റിന്റെ സ്കോറും. ആ റിലേഷൻഷിപ്പാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്? രണ്ട് വേരിയബിൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ വേരിയബിൾ എന്തൊക്കെയാ? ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഉറക്കമാണ്. അതിന് ചേഞ്ച് ഇല്ല. ഒരാളുടെ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ഇല്ലാത്തതാണ്. അത് അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ മാറി മാറി വരുന്നത് അഥവാ ആശ്രയിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റ് സ്കോർ ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ ടെസ്റ്റ് സ്കോർ ആശ്രയിച്ചിരിക്കുന്നത് ഉറക്കത്തെയാണ്. ഇൻഡിപെൻഡന്റ് ആയ വേരിയബിൾ, മനുഷ്യന് ഉറക്കം എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ, അതില്ലായിരിക്കൂല അല്ലെ? അപ്പൊ അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, സ്വതന്ത്രമായ വേരിയബിൾ ആണ്. പക്ഷെ ആ ഉറക്കത്തെ ആശ്രയിച്ചാണ് ടെസ്റ്റ് സ്കോർ ഇരിക്കുന്നത്. അപ്പൊ ആ ടെസ്റ്റ് സ്കോറിനെ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? വളരെ സിമ്പിൾ. ഒന്നൊന്നിനെ ആശ്രയിച്ചിരിക്കും. ഏതാണ് സ്വതന്ത്രമായത്? ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പഠിക്കാനാണ് എന്തുപയോഗിക്കുക? ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ഉപയോഗിക്കുക. അപ്പൊ അത് ക്ലിയർ ആയി. രണ്ടാമത്തെ പോയിന്റ് അറിയേണ്ടത്, ഇത് രണ്ട് തരമുണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഒന്ന് ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച്, ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച്, പൂർണ്ണമായും പരീക്ഷണം. ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച്. സയന്റിഫിക് റിസർച്ച് ഒക്കെ അങ്ങനെ ആയിരിക്കും. ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച്. രണ്ടാമത്തെ ഭാഗമാണ് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച്. പകുതിയേ ഉള്ളൂ. പകുതി പരീക്ഷണവും പകുതി വേറെന്തെങ്കിലും. ചിലപ്പോൾ സർവേ ആയിരിക്കും. പകുതി പരീക്ഷണവും പകുതി സർവേയും. ക്വാസി മീൻസ് ഹാഫ്. പകുതി പിന്നെ എക്സ്പെരിമെന്റും പകുതി മറ്റു മെത്തേഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മള് പറഞ്ഞ വേർഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് ചെയ്യാമോ? ക്വാസി, QUASI, ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച്. പകുതി പരീക്ഷണവും പകുതി പരീക്ഷണം അല്ലാത്തതും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഈസ് ക്ലിയർ. ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനാണ് ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് തരമാണുള്ളത്. ട്രൂ എക്സ്പെരിമെന്റൽ ആൻഡ് ക്വാസി എക്സ്പെരിമെന്റൽ. പൂർണ്ണമായും പരീക്ഷണവും രണ്ട് പകുതി പരീക്ഷണവും. ഇനി അതിൽ വേറൊന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ഏതിലെ? ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പില് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, രണ്ട് കൺട്രോൾ ഗ്രൂപ്പ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, കൺട്രോൾ ഗ്രൂപ്പ്. പരീക്ഷണം നടത്തുന്ന കുറച്ചാളുകളും പരീക്ഷണം നടത്താതെ വെറുതെ നിർത്തിയ മറ്റൊരു വിഭാഗവും. പരീക്ഷണം നടത്തുന്നവരെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നും പരീക്ഷണം നടത്താതെ വെറുതെ നിർത്തിയവരെ കൺട്രോൾ ഗ്രൂപ്പ് എന്നും പറയും. അല്ലേ? ആണ്. പിടിയിട്ടില്ലേ? എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ രണ്ട് ഗ്രൂപ്പ് ഏതൊക്കെയാ?
എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. ഇനി എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്ത് 4 എസെൻഷ്യൽസ് ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും ഉണ്ടാവണം. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാക്കുകൾ എവിടെ കണ്ടാലും ആശങ്കിക്കരുത്, അത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിരിക്കും. എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ 4 എസെൻഷ്യൽസ് ഒഴിച്ചുകൂടാൻ പറ്റൂല ഇത് നമുക്ക്, അല്ലെ? ഏതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 എണ്ണം? ഒന്ന്, മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അല്ലേ? അതെ, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. ആ വാക്ക് ഇപ്പോൾ മാത്രം പഠിച്ചാൽ മതി, മാനിപ്പുലേഷൻ, അല്ലേ? മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്പർ 2, കൺട്രോൾ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ. കൺട്രോൾ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ. കൺട്രോൾ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ. 3, randomization of subjects. Randomization of subjects എന്താണത്? നമുക്ക് ഇല്ലേ റാൻഡമൈസേഷൻ ഓഫ് സബ്ജക്ട്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ എക്സ്പെരിമെന്റൽ റിസർച്ചില് 2 ഗ്രൂപ്പ് ഉണ്ടാവും. ഏതൊക്കെയാ? എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും പിന്നെ കൺട്രോൾ ഗ്രൂപ്പും. ഈ 2 ഗ്രൂപ്പിനെയും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഇങ്ങോട്ട് മാറ്, നീ കൺട്രോൾ ഗ്രൂപ്പിൽ പോ, നീ ഇങ്ങോട്ട് പോ, അല്ലെ? നീ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലാണ് എന്ന് പറയാതെ റാൻഡമൈസേഷൻ, അല്ലേ? ഇങ്ങനെ റാൻഡം ആയിട്ട് എടുക്കുക. നീ എന്ന് പറഞ്ഞിട്ട് വെറുതെ യാതൊരു ക്രൈറ്റീരിയ ഇല്ലാതെ. അപ്പോ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ഏതിലാവാനും സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ റാൻഡമൈസേഷൻ എന്ന് പറയാം, അല്ലേ? ഒരു ക്രൈറ്റീരിയ ഒന്നും വെക്കാതെ റാൻഡം ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും, കൃത്യമായ റിസൾട്ട് വരില്ല. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് 2 ഗ്രൂപ്പ് ആക്കിയാല് the result will not be accurate and reliable. അതില് എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എറർ ഒഴിവാക്കാൻ വേണ്ടി റാൻഡമൈസേഷൻ നടത്തും. 4-മത്തതാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ, നിരീക്ഷണം വേണമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നൽകിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു പഠിപ്പിച്ചതിനൊക്കെ ശേഷം എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് കുറച്ചു കാലത്തേക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോ ഇത് കേൾക്കുന്ന ആളുകള് മറന്നു പോകരുത്, 4 എണ്ണം ഉണ്ടാവും. 4 വേർഡ്സ് കണ്ടാൽ ആ ഉത്തരം എക്സ്പെരിമെന്റൽ റിസർച്ചിലേക്ക് നമ്മൾ നയിക്കണം. മാനിപ്പുലേഷൻ, കൺട്രോൾ, റാൻഡമൈസേഷൻ ആൻഡ് ഒബ്സർവേഷൻ. ഈ ചോദ്യത്തിൽ ഒന്ന് നോക്കിയേ നിങ്ങൾ, അതിലേക്ക് നയിക്കുന്ന the research method which focus on establishing causal relationship. Yes, the word relationship. 2-മത്തത് variables, independent and dependent. Then control. ഈ 3-4 പ്രയോഗങ്ങൾ നമ്മെ മാടി വിളിക്കും. സെലക്ട് മീ, എന്നെ തിരഞ്ഞെടുക്കുക. ടിക്ക് മീ, ഐ ആം എക്സ്പെരിമെന്റൽ മെത്തേഡ്. Got it? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു മക്കളെ? റിസർച്ചിന്റെ 4 ടൈപ്പാണ് പഠിച്ചത്. ഇനി ഏത് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നാലും അല്ലേ, വി വിൽ ട്രബിൾ ഷൂട്ട്. നമ്മളെ കൊടുക്കാൻ ആർക്കും പറ്റില്ല, നമ്മൾ ഉത്തരം ചെയ്തിരിക്കും, അല്ലേ? ഇനി 2-മത്തെ ക്വസ്റ്റ്യൻ വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ. നല്ല രസകരമായി നമുക്ക് അതിനെ പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 2, അല്ലേ? അത് നിങ്ങൾ കാണുന്നില്ല, അതാണല്ലേ. ഞാൻ ഒന്ന് പെട്ടെന്ന് എഴുതിയെടുക്കണേ ആ ചോദ്യം. ഇതൂടെ നമുക്ക് പഠിക്കുമ്പോഴേക്ക് നമ്മുടെ സമയമാവും.
ഇത് വളരെ ഇന്ന് രാത്രി കിടക്കുമ്പോൾ അതൊക്കെ ഓർത്തോണം. 2 എണ്ണേ നമ്മൾ പഠിക്കണുള്ളൂ. ടൈപ്സ് ഓഫ് റിസർച്ചില് 4 എണ്ണം. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. വളരെ രസമാണ് അത് പഠിക്കാൻ. റാൻഡമൈസേഷൻ ഡൗട്ട് സർ. റാൻഡമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്ന വേരിയബിൾസിനെയാണോ റാൻഡമൈസേഷൻ ഈക്വൽ പാർട്ടിസിപ്പേഷൻ? നമ്മൾ സബ്ജക്ട് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ റിസർച്ചിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മള് കുട്ടികളിലാണെങ്കിൽ കുട്ടികളെയാണ് സബ്ജക്ട്സ് എന്ന് പറയാ. നമ്മൾ പൂച്ചകളിലാണെങ്കിൽ അതിലെ സബ്ജക്ട് എന്ന് പറയുന്നത് കാറ്റ്സ് ആയിരിക്കും. നമ്മൾ ആരെയാണോ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ആ ആളുകളെ 2 ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ റാൻഡമൈസേഷൻ ആവണം. എന്നുവെച്ചാൽ ഈ റാൻഡം പിക്കിങ് ഇങ്ങനെ വെറുതെ അങ്ങ് എടുക്കുക. അല്ലാതെ നമ്മളൊരു ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉപയോഗിച്ചോ ആവരുത്. അതാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? ലൈക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ പറയാ ഈ പിന്നെ എന്താ പറയാ, സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ അല്ലേ? സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു, ഏതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? സ്മോക്കിംഗ് ആണ് അപ്പോൾ ഡിപെൻഡന്റ് ആയിട്ട് വരുന്നത്. അതെ. ക്യാൻസർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? Cancer is dependent on smoking. അപ്പൊ വളരെ ക്ലിയർ അല്ലേ അത്? ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും കേട്ടാ. അപ്പൊ നമ്മള് റിസർച്ചിന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു ടൈറ്റിലാണ്. ആ ടൈറ്റിലിനകത്ത് ഈ 2 വേരിയബിളും ഉണ്ടാവണം. അപ്പൊ ആദ്യം തന്നെ റിസർച്ച് സൂപ്പർവൈസർ ചോദിക്കുന്നത് ഇതിൽ ഏതാണ് കുട്ടിയെ ഡിപ്പെൻഡന്റ്, ഏതാണ് ഇൻഡിപെൻഡന്റ് എന്നാണ്. അപ്പൊ ആ അറിവ് എന്ന് പറയുന്നത് ഭയങ്കര അൾട്ടിമേറ്റ് ആണ്, ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് എഴുതണേ മക്കളെ കേട്ടാ. അത് ഈ ഒരു അസ്വസ്ഥത ഉണ്ട് ഇതിനകത്ത്. എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ശരിയാക്കി എടുക്കണം. നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 2. Yes, right. Identify the sampling procedure in which units are chosen giving an equal and independent chance. Identify the sampling procedure in which units are chosen giving an equal and independent chance. സർ ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. സാറിന്റെ ഫോൺ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാവോ? ഷേക്കിംഗ്. ഇങ്ങനെ അങ്ങോട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ. യെസ്, ഗുഡ്. ഓക്കെ. കുറച്ചുകൂടെ ഹൈറ്റിൽ സർ. ഓക്കെ. ഒരു മിനിറ്റ്. എല്ലാ സംവിധാനവും ഉണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കാത്താണെന്നേ ഉള്ളൂ. ഓക്കെ സർ, താങ്ക് യു. റൈറ്റ്. നന്നായി അത് പറഞ്ഞത്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ആൻസറിലെ കോട്ട സാമ്പിളിംഗ് പ്രൊസീജിയർ, കോട്ട QUATA, കോട്ട സാമ്പിളിംഗ് പ്രൊസീജിയർ 2020 ചോദ്യമാണത്. കോട്ട സാമ്പിളിംഗ് പ്രൊസീജിയർ. B, stratified, STRATIFIED, stratified random sampling. C, dimensional sampling procedure. D,
random sampling procedure, systematic random sampling. അപ്പൊ ABCDEI ഇതാണ് ഉത്തരം. ഇനി അതിന്റെ താഴെ നമ്പർ 1 ഇട്ടിട്ട് ഉത്തരം സെലക്ട് ചെയ്യാണ്. A, B and C only. Number 2, B, C and D only. 3, C, D and E only. സർ 3 എന്താണ് സർ? C, D and E only. Number 4, B for box, D for dog and E only. അപ്പൊ ഇതാണ് ചോദ്യം. ഇത് കാണുമ്പോൾ തന്നെ ഇത് അറിയാത്ത ആൾക്ക് വളരെ കോംപ്ലക്സ് ആണ് ചോദ്യം എന്ന് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആണ് ഈ സാധനം, വളരെ രസകരമായ സാധനം. ഇതിന്റെ ഉത്തരം ആർക്കറിയുമെന്ന് ചോദിച്ചാല് ഇപ്പൊ അറിയില്ല. പക്ഷെ ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് ഇത് ഏതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്തരം പറയും. എന്താണിപ്പോ നമ്മൾ പഠിക്കുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു സാധനം റിസർച്ചിന്റെ ഒരു വലിയ ഭാഗമാണ്. സാമ്പിളിംഗ് അല്ലെ? സാമ്പിളിംഗ് രസമല്ലേ ആ വാക്ക് കേൾക്കാൻ? സാമ്പിളിംഗ് അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കാണ് പോപ്പുലേഷൻ എന്ന് പറയുന്ന സാധനം. ചിലപ്പോ ചോദിക്കും, നിന്റെ റിസർച്ചിലെ പോപ്പുലേഷൻ ആരാണ്? എന്താ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാല്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാന് കേരളത്തിലെ ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ പോയാൽ പഠിക്കുന്നത് ഒരു പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ? അത്രല്ലേ നമുക്ക് പറ്റുള്ളൂ, അങ്ങനെ സാധിക്കുള്ളൂ. റിസർച്ചിന് പരിമിതികളുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും പോകാൻ പറ്റൂല. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ടീച്ചേഴ്സിനെ പഠിക്കുമ്പോഴും ഏതാണ് റിസർച്ചിന്റെ പോപ്പുലേഷൻ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുഴുവൻ ടീച്ചേഴ്സിനെയും നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ടീച്ചേഴ്സിനെ പഠിച്ച് ഒരു സ്വഭാവം കണ്ടെത്തിയാൽ ഇതേ സ്വഭാവം അപ്ലൈ ചെയ്യാൻ അല്ലേ ഏതൊക്കെ നീളത്തിൽ പോവാം ആ ഡൈമെൻഷനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. വെരി സിമ്പിൾ അല്ലേ? ഞാൻ പഠിക്കുന്ന ഒരു വലിയ വലയുണ്ട്, ആ വലയത്തെയാണ് പോപ്പുലേഷൻ എന്ന് പറയാം. ഹയർ സെക്കൻഡറി കുട്ടികളെ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഹയർ സെക്കൻഡറി കുട്ടികളുടെ അടുത്തും പോവില്ലല്ലോ, കുറച്ച് പേരല്ലേ എടുക്കുള്ളൂ. പക്ഷെ എന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ all the higher secondary students studying in the all schools of Kerala. ഇതാണ് എന്റെ പോപ്പുലേഷൻ. റിസർച്ചിന്റെ പോപ്പുലേഷൻ അതാണ്. ഞാൻ ആരിലാണോ റിസർച്ച് ചെയ്യുന്നത് ആ മുഴുവൻ കമ്മ്യൂണിറ്റിയെയുമാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പോപ്പുലേഷൻ അതാണെങ്കിൽ എല്ലാവരെയും നമുക്ക് പഠിക്കാൻ പറ്റുമോ? നെവർ. റിസർച്ചിന് ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡിനകത്ത് ഇത് പൂർത്തീകരിക്കണം. എല്ലാവരടുത്തും പോകണമെന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സൗകര്യത്തിന് കൃത്യമായ ഡാറ്റ കിട്ടുന്ന ഒരളവിൽ കുറച്ച് പേരെ എടുക്കും. ഇതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാം. സാമ്പിൾ എടുക്കുക അല്ലേ? നമ്മള് ഓറഞ്ച് വിൽക്കാൻ വെച്ചിരിക്കാം.
ഓറഞ്ച് വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ എനിക്കൊരു 1 കിലോ ഓറഞ്ച് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? എല്ലാ ഓറഞ്ചും പൊളിച്ചു നോക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു ഓറഞ്ച് പൊളിച്ചിട്ട് ഒന്ന് കഴിച്ചാൽ അത് മധുരമുള്ളതാണെങ്കിൽ നമ്മൾ പറയും ഈ ഓറഞ്ച് എല്ലാം മധുരമുള്ളതാണ്. അത് ചീത്തയായാൽ നമ്മൾ പറയും ഈ ഓറഞ്ച് മുഴുവൻ ചീത്തയാണ്. അപ്പോ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരെണ്ണത്തെ അല്ലെങ്കിൽ ആ കുറച്ച് എനിക്ക് എന്റെ കയ്യിൽ ഒതുങ്ങുന്ന, എനിക്ക് പഠിക്കാൻ പറ്റുന്ന ആ കുറച്ച് ആളുകളെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ടീച്ചേഴ്സിന്റെ എണ്ണം ലക്ഷക്കണക്കിനാണ്. ഞാൻ പഠിക്കാൻ എടുക്കുമ്പോ 600 പേരെ എടുക്കും. ഇറ്റ്സ് എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. അത് പഠിച്ചാൽ മതി. അവരുടെ സ്വഭാവമായിരിക്കും ബാക്കിയുള്ള എല്ലാവരുടെ എന്ന് ഞാൻ കണക്ക് കൂട്ടും. പക്ഷേ ഈ 600 പേരെ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും? ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് പ്രോസസ് എന്ന് പറയാം. അപ്പോ പോപ്പുലേഷൻ എന്താണെന്ന് മക്കൾക്ക് കിട്ടി. അതൊരു വിശാലമായ ക്യാൻവാസ് ആണ്. എന്റെ പഠന സൗകര്യത്തിന് വേണ്ടി ഞാൻ കുറച്ചെടുക്കുന്നു. അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. ആ പ്രൊസീജിയറിനെ നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ എന്ന് പറയും. വാട്ട് ഇറ്റ് ഈസ്? സാമ്പിളിംഗ് പ്രൊസീജിയർ. ഒരു ഉദാഹരണം കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ പറയാണ്. എന്താണ് ഈ സാധനം? സാമ്പിളിംഗ് പ്രൊസീജിയർ തെറ്റിയാൽ മൊത്തം സ്റ്റഡി തെറ്റും. അതിന് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മള് ഒരു കലത്തിൽ ചോറ് വെക്കുകയാണ്. അപ്പൊ ആ കലത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന എല്ലാ അരിയുടെ മണിയും ചേർന്നതാണ് എന്റെ പോപ്പുലേഷൻ അല്ലെ? ആ കുടമാകുന്ന ആ ഡൈമെൻഷനിൽ അതിനകത്ത് വേവുന്ന എല്ലാ അരിയും എന്റെ പോപ്പുലേഷനാണ്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഈ ചോറ് വെന്തോ എന്ന് നോക്കണം, അരി വെന്തോ എന്ന് നോക്കണം. അരി വെന്തോ എന്ന് നോക്കാൻ നമ്മൾ എന്താ എല്ലാ ഓരോ അരിയും എടുത്ത് ഞെക്കി നോക്കൂ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യും? സാമ്പിൾ എടുക്കും. ഒന്നെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കും. ആ ഒന്ന് വെന്തതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ അരി മുഴുവൻ വെന്തിട്ടുണ്ട്. ഒന്ന് വെന്തില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ആ എടുത്ത അരി വെന്തില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ അരി വെന്തിട്ടേയില്ല അല്ലേ? ഇനി സാമ്പിളിംഗ് പ്രൊസീജിയർ തെറ്റിയുണ്ടാവും. എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ എടുത്തു നോക്കിയ അരി വെന്തോ, ഈ ചോറ് വെന്തോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കിയ അരി വെള്ളത്തിൽ വീഴാതെ ഈ കലത്തിൽ പറ്റി പിടിച്ചതാണ് എന്റെ കയ്യിൽ കിട്ടിയത് അല്ലെ? വെള്ളത്തിൽ വീണ് ശരിക്കും വെന്തിട്ടില്ല. പക്ഷെ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച ഒരരി എടുത്ത് ഞാൻ ഞെക്കി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഈ അരി വെന്തിട്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല, എല്ലാം വെന്തിട്ടുണ്ട്. എന്റെ സാമ്പിളിംഗ് പ്രൊസീജിയറിലാ തെറ്റുപറ്റി. ഇതിനെയാണ് നമ്മളെ സാമ്പിളിംഗ് എറർ എന്ന് പറയാ. വെരി ക്ലിയർ. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ റിസർച്ചിന്റെ റിസൾട്ട് വാലിഡ് ആവണമെങ്കിൽ സാമ്പിളിംഗ് പ്രൊസീജിയർ വളരെ വളരെ കൃത്യമായിരിക്കണം. അപ്പൊ കുറെ സാമ്പിളിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും തോന്നണ്ട. വളരെ വളരെ സിമ്പിൾ, സോ ഈസി ടു ലേൺ. സാമ്പിളിങ്ങിനെ നമ്മൾ 2 ആയി തരംതിരിക്കും. നോട്ട്ബുക്കിലൊന്ന് എഴുതിക്കേ, 2 കോളം ഇട്ടിട്ട്. സാമ്പിളിംഗ് പ്രൊസീജിയർ 2 എണ്ണം ഉണ്ട്. ഒരു ഭാഗത്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, മറുവശത്ത് നൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോ സാമ്പിളിംഗ് പ്രൊസീജിയറിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന്
പ്രോബബിലിറ്റി സാമ്പിളിംഗ്, 2 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ആ വാക്ക് തന്നെ കേട്ടാൽ നിങ്ങൾക്കറിയാം, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനുള്ള ചാൻസ് ഉണ്ട്. ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷെ ആർക്കും അറിയില്ല ആരെ വിളിക്കുമെന്ന്, ഏത് സാമ്പിളിന് വേണ്ടി ആരെ തിരഞ്ഞെടുക്കുമെന്ന് അല്ലേ. പ്രോബബിലിറ്റി എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ, ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇല്ല. റിസർച്ചർ തീരുമാനിക്കുന്ന ആളെ തിരഞ്ഞെടുക്കും അല്ലേ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് രണ്ടിനും ഗുണവും ദോഷവും ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. കാരണം ഈ റിസർച്ചിൽ പങ്കെടുക്കുവാനുള്ള അവരുടെ അവസരം ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ്, യാതൊരു ഇല്ലേ റിസർച്ചറുമായിട്ട് ഒന്നുമില്ലാതെ. നോൺ പ്രോബബിലിറ്റി അങ്ങനെയല്ല, റിസർച്ചർക്ക് അതിനകത്തൊരു കണ്ണുണ്ട് അല്ലെ. ഇനി നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതൊക്കെയാണ് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ താഴെ എഴുതേണ്ടത് ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതുണ്ട്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ there is no equal chance of participation and independence. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി എന്ത് ചോദ്യം വന്നാലും സംഗതി മനസ്സിലാവും. ഇനി ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗിലെ നമ്പർ 1 ഒന്നാമത് എഴുതി വെച്ചോണം, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇതൊക്കെ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോ, അത്ര മാത്രം മതി. നമ്മൾ ഈ നെറ്റൊക്കെ കഴിഞ്ഞ് ഒരു കോളേജിലൊക്കെ ലെക്ചറായി ഒരു നല്ല നോബിൾ ലൈഫ് നമ്മളിങ്ങനെ നയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് റിസർച്ച് മെത്തഡോളജി. കാരണം ഇതാണ് നമ്മുടെ പണി. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആ ജോലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതിപ്പോ തന്നെ അങ്ങോട്ട് ഏകദേശ രൂപം ഉണ്ടാവണം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ, സാമ്പിൾ ചൂസൺ ബൈ ചാൻസ്. സാമ്പിൾ ചൂസൺ ബൈ ചാൻസ് എന്താ നോക്കോ. അത് ആ വാക്ക് കേൾക്കുമ്പോ ഒന്നും നമ്മൾ കൺഫ്യൂസ് ആവേണ്ട, ഇത്രേ ഉള്ളൂ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് അല്ലേ, സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ സോഷ്യൽ മീഡിയയോടുള്ള ആറ്റിറ്റ്യൂഡ് പഠിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഏതെങ്കിലും കുട്ടികളെ കിട്ടിയാൽ മതി. ഞാനൊരു സ്കൂളിലേക്ക് ചെന്ന സമയത്താണ് ഇന്റർവെല്ലിന് ബെല്ലടിക്കുന്നത്. അവ ടീച്ചർക്ക് കാര്യം എളുപ്പമായി. മുന്നിൽ ചാടിയ കുട്ടികൾക്കൊക്കെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ കൊടുത്തിട്ട് ഇതൊന്ന് പൂരിപ്പിച്ച് താടാ മക്കളെ എന്ന്. ഇങ്ങനെ വളരെ പെട്ടെന്ന് മുന്നിൽ കിട്ടിയ ആളുകളെ സാമ്പിളാക്കുന്ന രീതിയെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. സോ സിമ്പിൾ. എല്ലാവർക്കും ഇഷ്ടം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചെയ്യാനാണ്, ഓരോന്നും നോക്കണ്ട അല്ലേ. അങ്ങനെ അങ്ങ് പോവാണ്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അല്ലേ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നോളജ് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നുപെട്ട സകല കുട്ടികളെയും ഒരു ക്രൈറ്റീരിയയും കൂടാതെ ഈ പേപ്പർ അങ്ങ് കൊടുത്തിട്ട് പൂരിപ്പിച്ച് താ എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ലേ. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഇതിലെ പ്രോബബിലിറ്റി ഉണ്ട്, ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. ആ കോളേജിലെ അല്ലെങ്കിൽ ആ സ്കൂളിലെ ഏത് കുട്ടിയെ വേണമെങ്കിലും എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലെ. ക്ലിയർ. നമ്പർ 2 രണ്ടാമത്തതാണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്. അതിനകത്ത് കേൾക്കുമ്പോൾ തന്നെ
അറിയാം ഇതാ സാമ്പിൾ സെലക്ടഡ് ബൈ എ ക്രൈറ്റീരിയ. മുന്നിൽ വന്ന കുട്ടികളെയൊക്കെ ഒന്നും നോക്കാതെ അങ്ങോട്ട് ഈ പേപ്പർ കൊടുത്ത് പൂരിപ്പിച്ച് വാങ്ങുന്നതിന് അതിനേക്കാൾ നല്ലത് ഒരു സുഖത്തിന് അല്ലെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് അപ്പൊ ആ ക്രൈറ്റീരിയയിലും ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് അത് ആരും ആവാം അല്ലേ. എങ്ങനെ ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞത്, എ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പേരുള്ളവർ ഒന്ന് എണീറ്റേ. അപ്പൊ എ എന്ന ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങും ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ താഴെ തന്നെ വരുന്നതാണോ? അല്ല, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഗണത്തിൽ വരുന്നതാണ് ഇതെല്ലാം. ഓ ശരി സർ, ഓക്കെ. ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചോദിച്ചാൽ നമ്മൾ ഈ 5 എണ്ണം പറയണം. ഇതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്. യെസ്. ഒന്നാമത് സിമ്പിൾ, 2 സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാല് സാമ്പിൾ സെലക്ടഡ് ബൈ എ ക്രൈറ്റീരിയ. അപ്പൊ ടീച്ചർ ചെന്നിട്ട് പറഞ്ഞു എ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന കുട്ടികളൊന്നും എണീറ്റുന്നേ. ടീച്ചർക്ക് അറിഞ്ഞൂടെ ആരുടെയൊക്കെയാണ് പിന്നെ എ കൊണ്ട് തുടങ്ങുന്നതാണ്. അപ്പൊ കുറച്ചുപേർ എണീറ്റിക്കും. അല്ലെങ്കിൽ ടീച്ചർ വിചാരിക്കാണ് 50 പേരുണ്ട് ഒരു ക്ലാസ്സിൽ. ടീച്ചർ ഈ കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നമ്പർ 1, 5, 10, 15, 20, 25 ആ നമ്പർ വിളിച്ചിട്ട് ഈ പിള്ളേരൊന്നും എണീറ്റുന്നേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് മാത്രം കൊടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിൾ. എന്തോ ആവട്ടോ, അത് റിസർച്ചർ ആണ് ആ ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ അല്ലെ, അങ്ങനെ ഡിസൈഡ് ചെയ്യാം. ഒരു ഫുഡ് ഹാബിറ്റ് പഠിക്കാൻ പോവാണെങ്കിൽ ടീച്ചർക്ക് ഇങ്ങനെ പറയാം, ഒരാഴ്ചക്കകത്ത് പിസ്സ കഴിച്ചവര് ഒന്ന് എണീറ്റുന്നേ എന്ന് ടീച്ചർക്ക് പറയാം. അപ്പൊ ആ ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യുന്നത് റിസർച്ചർ ആണ്. പക്ഷെ ഇതാരൊക്കെ എന്ത് എന്നുള്ള മുന്നറിവില്ല. അപ്പോ ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ആ സാമ്പിളിംഗിൽ ഉണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു സ്ട്രാറ്റ, ഒരു വരയുണ്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഉണ്ട്. അത് നമ്മൾ പറയാറുള്ളത് സാമ്പിൾ സെലക്ടഡ് ഫ്രം സബ് ഗ്രൂപ്പ്സ്. സാമ്പിൾ സെലക്ടഡ് ഫ്രം സബ് ഗ്രൂപ്പ്സ്. സാമ്പിളിനെ എനിക്ക് കിട്ടണം, പക്ഷെ അതിനകത്ത് വേറെ കുറെ ഡിവിഷൻ ഉണ്ട്. എങ്ങനെയാണത്? അപ്പൊ ഞാൻ ഇങ്ങനെ കോളേജിലേക്ക് പോവാണ്. കോളേജിലേക്ക് പോകുമ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കപ്പാസിറ്റി അറിയാനാണ് പോകുന്നത്. അപ്പൊ എന്റെ സബ് ഗ്രൂപ്പ് ഉള്ളത്, എനിക്ക് ആൺകുട്ടികളുടെ ഹാബിറ്റും അറിയണം, പെൺകുട്ടികളുടെ ഹാബിറ്റും അറിയണം. അപ്പൊ എനിക്ക് 5 ആണ് വേണം, 5 പെണ്ണ് വേണം. ആരും ആവാം, പക്ഷെ 5 ആണാവണം, 5 പെണ്ണാവണം. അങ്ങനെ നോക്കുമ്പോഴാണ് അതിനകത്ത് വീണ്ടും ക്രൈറ്റീരിയ ഉള്ളത്. സയൻസ് സബ്ജക്റ്റിൽ നിന്നും കുറച്ച് വേണം, ആർട്സ് സബ്ജക്റ്റിൽ നിന്നും വേണം. കാരണം സയൻസ് സബ്ജക്റ്റിലെ കുട്ടികളാണോ ആർട്സ് സബ്ജക്റ്റിലെ കുട്ടികളാണോ ഈ ഇംഗ്ലീഷ് കപ്പാസിറ്റി ഉള്ളത് എന്നറിയണം. അപ്പോ സബ്ജക്ട് വൈസ് ഒരു സ്ട്രാറ്റയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അർബൻ ആൻഡ് റൂറൽ, ഗ്രാമത്തിൽ താമസിക്കുന്ന 5 പിള്ളേരെയും വേണം, ടൗണിൽ താമസിക്കുന്നവരെയും വേണം. കാരണം ഒരു പക്ഷേ ഇതിൽ വലിയ ഡിഫറൻസ് ഉണ്ടായേക്കാം. ഗവൺമെന്റ് കോളേജിലെയും വേണം, പ്രൈവറ്റ് കോളേജിലെയും വേണം. അപ്പൊ 5 ഗവൺമെന്റ് കോളേജിൽ നിന്നും 5 എണ്ണം പ്രൈവറ്റ് കോളേജിൽ നിന്നും. ഇങ്ങനെ സ്റ്റഡിക്ക് ഉള്ളിൽ തന്നെ ഒരു സ്ട്രാറ്റയുണ്ട്. ആ സ്ട്രാറ്റക്കനുസരിച്ച് ഒന്നും നോക്കാതെ 5 പെണ്ണ്, 5 ആണ്, 5 ആർട്സ് ഗ്രൂപ്പിലെ പിന്നെ
ആണും പെണ്ണും, ഇപ്പുറത്ത് ഇങ്ങനെ സയൻസ് ഗ്രൂപ്പില്, ഇങ്ങനെ തുടങ്ങി ആ പരിഗണന വെച്ച് അല്ലെ മുന്നിൽ കിട്ടിയ ആളെ സെലക്ട് ചെയ്യുന്നതിനെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അതും ക്ലിയർ ആയി അല്ലേ? യെസ്. ഇനി ക്ലസ്റ്റർ ഓർ ഏരിയ റാൻഡം സാമ്പിളിംഗ് അല്ലെ, ക്ലസ്റ്റർ ഓർ ഏരിയ റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ സാമ്പിൾ സർ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാവോ? ആ ഒരു വേർഡ് കിട്ടിയില്ല സർ. ക്ലസ്റ്റർ അല്ലേ, ക്ലസ്റ്റർ, CLUSTER. ക്ലസ്റ്റർ മീൻസ് എ ഗ്രൂപ്പ് or area random sampling. Cluster or random area random sampling. What it is? അതായത് sample selects as a unit. Sample selects as a unit. Yes, Gayatri, raise your hand. Tell me. അപ്പോ എന്താണ് സാധനം? ക്ലസ്റ്റർ ഓർ ഏരിയ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ പഠനം നടത്താൻ പോകുന്ന സാമ്പിൾ നമുക്ക് അവർ ജീവിക്കുന്നതും താമസിക്കുന്നതും ഒക്കെ പിന്നെ എങ്ങനെയായിരിക്കും? ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ ആ യൂണിറ്റിനെ മൊത്തം ഇങ്ങോട്ട് എടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അല്ലെ, ഭിന്നലിംഗ വിഭാഗത്തെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്ലസ്റ്റർ ആയിട്ടായിരിക്കും അവരുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഏരിയയിലായിരിക്കും അവരുണ്ടാവുക. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം തുടങ്ങിയ ഒരു ക്ലസ്റ്റർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്ലസ്റ്റർ തിരുവനന്തപുരത്ത് നിന്നാവാം, എറണാകുളത്ത് നിന്നാവാം, കോട്ടയത്ത് നിന്നാവാം. യാതൊരു കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ ഇവരെ ക്ലസ്റ്റർ ആയിട്ട് മുഴുവനായിട്ടും എടുക്കുന്ന അതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ ഓർ ഏരിയ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതാരും ആവാം. ഇപ്പൊ ബ്ലൈൻഡ് സ്റ്റുഡൻസിനെ നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ എളുപ്പമാണ്. കാരണം ബ്ലൈൻഡ് സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടെത്താൻ പ്രയാസമില്ലേ. അപ്പൊ നമ്മള് ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ് എടുക്കും, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും. ഇവിടെ ജഗതിയിലെ ബ്ലൈൻഡ് സ്കൂളിൽ പോയാൽ അവരെല്ലാം കിടക്കുന്നത് അവിടെയാണ്. പിന്നെ കോഴിക്കോടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ ഒരു ഗ്രൂപ്പായി, ഒരു യൂണിറ്റായി നമ്മൾ അവരെല്ലാവരെയും ഇങ്ങെടുക്കുന്നതിനെ നമ്മൾ ക്ലസ്റ്റർ ഓർ ഏരിയ സാമ്പിളിംഗ് എന്ന് പറയും. അഞ്ചാമത്തതാണ്, ആ ഗണത്തിൽ വരുന്നതാണ് മൾട്ടി സ്റ്റേജ് ഓർ ഫേസ് സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് ഓർ ഫേസ് സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പല പല സ്റ്റേജുകളിലായി നമ്മൾ എന്ത് ചെയ്യും? ഈ സാമ്പിളിന് എടുക്കും. കേട്ടാൽ തന്നെ അറിയാം, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഓർ ഫേസ് സാമ്പിളിംഗ് എന്ന് പറയും. PHAS ഈസ് ഫേസ് സാമ്പിളിംഗ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? എങ്ങനെയാ, എപ്പോഴാണ് ഈ മൾട്ടി സ്റ്റേജ് വേണ്ടി വരിക? ഞാൻ 600 പേരിൽ ഒരു സർവേ നടത്തി. 600 പേരിൽ ഞാനൊരു സർവേ നടത്തി. സർവേ നടത്തിയിട്ട് അവരിൽ ഈ പേപ്പറൊക്കെ വാങ്ങിച്ചു അല്ലേ? പേപ്പർ വാങ്ങിച്ചപ്പോ എനിക്കൊരു തോന്നൽ, ഈ സർവേയിലുള്ള റിസൾട്ടില് ചിലപ്പോ ഡിപ്രീസിയേഷൻ, ഇതിന്റെ ഇങ്ങനെ കൊഴിഞ്ഞുപോക്ക് സാധ്യതയുണ്ട്. കാരണം ഇവരോട് ചോദിച്ചത് അവർക്ക് തികച്ചും അറിയാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ചിലപ്പോൾ സർവേ നടത്തുമ്പോൾ അറിയാത്ത സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും കൊടുക്കുക. അപ്പൊ ഈ റെസ്പോണ്ടന്റിന്റെ അഥവാ ഈ ടിക്ക് ചെയ്യുന്ന ആളുടെ മനോഭാവം എന്ന് പറയുന്നത്, ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനിത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ മാനക്കേടാകും എന്ന് വിചാരിച്ചിട്ട് അയാളിത് മനസ്സിലാകാതെ തന്നെ റെസ്പോണ്ട് ചെയ്യും. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. പ്രിസ്റ്റീജ് ഈഗോ എന്നാണ് അതിന് പറയാം അല്ലെ? പ്രിസ്റ്റീജർ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് ശേഷം 600 പേരിൽ നിന്ന് ഒരു
60 പേരെ എടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്യണം. അല്ലെ, ഇന്റർവ്യൂ ചെയ്യണം. അപ്പൊ കറക്റ്റ് മനസ്സിലാവുക. എന്നിട്ട് ഈ സർവേയുടെ റിസൾട്ടും ഇന്റർവ്യൂ ചെയ്ത റിസൾട്ടും ഒരുപോലെയാണെങ്കിൽ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എറർ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ 60 പേരെ എങ്ങനെ സെലക്ട് ചെയ്യും? അപ്പൊ 60 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് ഈ 600 പേരിൽ നിന്ന് 60 എടുക്കാൻ 1, 10, 20, 30 ഇങ്ങനെ നമ്മൾ ഈ സർവേ വാങ്ങിച്ച പേപ്പറല്ലേ, അതിലിങ്ങനെ നമ്മൾ 1, 2 നമ്പർ ഇട്ട് എഴുതി 600 എണ്ണം ഇങ്ങനെ അടിക്കും. അവിടെ അപ്പോഴേ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കും സർ. ഏതാ? ഈ 600 പേരിൽ നിന്ന് 60 പേരെ തിരഞ്ഞെടുക്കാൻ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് തിരഞ്ഞെടുക്കും. എടുക്കാം. അതിന്റെ ഒരു എലമെന്റ് അതിനകത്തുണ്ട്. എലമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റാൻഡം. പക്ഷെ ഇത് മൾട്ടി സ്റ്റേജ് ആണ്. എന്നുവെച്ചാൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ 60 പേരിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിസ്കഷന് വേണ്ടി ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തണം. അപ്പൊ അതിൽ നിന്ന് ഞാൻ വീണ്ടും കൊടുക്കും. ഇങ്ങനെ മൾട്ടി സ്റ്റേജിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. അതിലൊരു രൂപമാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് നമുക്ക് പല ഘട്ടങ്ങളിൽ എടുക്കേണ്ടി വരും. ഇതെല്ലാം വരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ്. ഈ 5 എണ്ണം അത് കാണാതെ പഠിച്ചേക്കണം. ഒരു ചോദ്യം ഉറപ്പാണ് അതിനകത്ത്. ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ വാല്യുബിൾ ആണ്. നമ്പർ 2, രണ്ടാമത്തെ ഭാഗത്ത് എഴുതേണ്ടത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിലെ ഒന്നാമത്തതാണ് കൺവീനിയന്റ് സാമ്പിളിംഗ്. കൺവീനിയന്റ് സാമ്പിളിംഗ് സൗകര്യത്തിന് വേണ്ടി നമ്മൾ സാമ്പിളിംഗ് ചെയ്യാം. അതെങ്ങനെയാ എടുക്കുക? ബേസ്ഡ് അപ്പോൺ അവൈലബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ്. ഇപ്പം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയാമോ സർ? ഏതാ? പറഞ്ഞ പോയിന്റ്. കൺവീനിയൻസ് സാമ്പിളിംഗ് നമ്മൾ നടത്തുന്നത് എന്തിന്റെ പുറത്ത്? ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ്. എപ്പോ വിളിച്ചാലും അവൻ വരും, ഡാറ്റ തരും, അവൻ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെവരെ മാത്രം നോക്കുക. വില്ലിംഗ്നെസ് അല്ലെ, വില്ലിംഗ്നെസ് വളരെ വളരെ പിന്നെ വലുതാണ് ഈ സർവേയിൽ. നമ്മുടെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ രാജ്യത്തെ ആളുകൾക്കും ഒരു പ്രത്യേക മനഃശാസ്ത്രമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സർവേക്ക് വേണ്ടി ഒരു പേപ്പർ കൊടുത്താൽ അവൻ അത് കുത്തിയിരുന്ന് വായിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടേ അവൻ തരൂ. ഹറിബറിയായിട്ട് പെട്ടെന്ന് താ എന്ന് അവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ പറയും, എനിക്കിത് വായിക്കാൻ സമയം വേണം, നാളെ ഇന്ന് രാത്രി ഞാൻ അത് ചെയ്ത് നാളെ രാവിലെ നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം എന്ന് പറയും. ഇതാണ് അവരുടെ മെന്റാലിറ്റി. പക്ഷെ നമ്മുടെ നാട്ടിലെ റിസർച്ചിന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഒരു സർവേയുമായി ഒരു ആളുടെ അടുത്തേക്ക് പോയാൽ കാണുമ്പോഴേ അവർക്ക് ചൊറി, ദേ വരുന്നു എന്ന് പറയും. അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഒരു സർവേയില് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താവുന്ന ചോദ്യങ്ങളുടെ നമ്പർ, ഐഡിയൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എ സർവേ 35 ആണ്. അതിനപ്പുറത്തേക്ക് നീണ്ടുപോയാൽ ഈ സാധനത്തില് ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടൂല. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ വളരെ മനോഹരമായി വായിക്കും, പിന്നെ ലൂസായി വായിക്കും, അവസാനം വായിക്കേ ഇല്ല, ടിക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ഇത് മനസ്സിലാക്കിയ റിസർച്ചർ എന്തോ ചെയ്യും? ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ്. അയാൾ റെഡിയാണ്, എപ്പോഴും അയാൾ തയ്യാറാണ് എന്ന് തോന്നിയാൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകളെ എന്റെ സൗകര്യത്തിന്, റിസർച്ചറുടെ സൗകര്യത്തിന് എടുക്കുകയാണെങ്കിൽ അതിന് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയും. ഇവിടെ ഒരിക്കലും ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ഡി നോട്ട് എക്സിസ്റ്റ്, നിലനിൽക്കുന്നേ ഇല്ല. ഈ ചാൻസേ ഇല്ല. കാര്യം അയാൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്. അപ്പൊ നൺ പ്രോബബിലിറ്റി ഇല്ല, സാധ്യതയില്ല. നമ്പർ 2, രണ്ടാമത്തതാണ് കോട്ട, QUATA, കോട്ട ഓർ ഡൈമെൻഷണൽ സാമ്പിളിംഗ്. ഡൈമെൻഷണൽ സാമ്പിളിംഗ്, കോട്ട ഓർ ഡൈമെൻഷണൽ സാമ്പിളിംഗ്.
ഇത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന്റെ അതേ രൂപത്തിലുള്ളതാണ്. കോട്ട മീൻസ് സ്ട്രാറ്റ, രണ്ടും ഒന്നാണ് അല്ലേ? അപ്പൊ എന്താണത്? ഇപ്പൊ എനിക്ക് കേരളത്തിലെ ടീച്ചേഴ്സിന്റെ ഒരു മനോഭാവം അറിയാൻ ഞാൻ പഠിക്കാൻ പോവാം. അപ്പൊ എന്ത് ചെയ്യണം? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിനും മാറി മാറി വരുന്നൊരു സാധനം. കാരണം സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പൊ അത് മാറി മാറി വരും. കാസർഗോഡുള്ള ഒരാളുടെ ഒരു സാധനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല എറണാകുളത്തുള്ള ആൾക്ക്. എറണാകുളത്തുള്ള ആളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല തിരുവനന്തപുരത്തുള്ള ആളുടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാനുള്ളത്, കേരളത്തെ നമ്മൾ മൂന്നാക്കി തിരിച്ചാറുണ്ട്. എങ്ങനെ? വടക്കൻ കേരളം, തെക്കൻ കേരളം, മധ്യ കേരളം. അപ്പൊ മധ്യ കേരളത്തിൽ നിന്ന് ഒരു സ്കൂളിലെ ടീച്ചറും, ഇവിടെ ഇങ്ങോട്ട് വടക്ക് നിന്ന് ഒന്നും തെക്ക് നിന്ന് ഒന്നും കൊടുക്കുക. അത് എനിക്കിഷ്ടമുള്ള അല്ലെ ഒരു സ്കൂളിൽ ഞാൻ തിരഞ്ഞെടുക്കുക. കാരണം എന്നെ അറിയുന്ന, അല്ലെങ്കിൽ എൻ്റെ അനിയൻ ജോലി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ഒരു കൺസിഡറേഷൻ വെച്ച് ആ ഒരു പ്രത്യേക സ്കൂൾ തിരഞ്ഞെടുത്താൽ അതിന് നമ്മൾ കോട്ട ഓർ ഡൈമെൻഷനൽ സാമ്പിളിംഗ്, അത് നമ്മൾ വിശദീകരിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നത് ടു ഗെറ്റ് സബ്സെറ്റ്സ് ഓഫ് സാമ്പിൾ പോപ്പുലേഷൻ. സബ്സെറ്റ് ഓഫ് സാമ്പിൾ പോപ്പുലേഷൻ ആ വേർഡാണ് അതിനെ ഉപയോഗിക്കുക. ഈ കോട്ട സാമ്പിളിംഗ് ഈസ് യൂസ് ടു ഗെറ്റ് ദ സബ്സെറ്റ് ഓഫ് സാമ്പിൾ പോപ്പുലേഷൻ. അപ്പോഴാണ് നമ്മൾ കോട്ട സാമ്പിളിംഗ് ഉപയോഗിക്കുക. മൂന്നാമത്തത് പർപ്പസീവ് ഹൈഫൺ judgmental hyphen selective hyphen subjective sampling. എല്ലാം ഒന്നാണ്, പേര് മാറ്റം വ്യത്യാസം. പർപ്പസീവ്, ജഡ്ജ്മെന്റൽ, സെലക്റ്റീവ്, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത് റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ്. അയാളുടെ ഒരു മനോഗതി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? റിസർച്ചേഴ്സിന് തിരഞ്ഞെടുക്കും. അതെങ്ങനെയാ? അതെ, ഞാനൊരു റിസർച്ച് നടത്തിയ സമയത്ത് ടീച്ചേഴ്സിനെ തെരഞ്ഞെടുത്തപ്പോ മലപ്പുറം ജില്ലയാണ് തെരഞ്ഞെടുത്തത്. കുറ്റം പറയാല്ലോ കേട്ടോ, ഒരു റിയാലിറ്റി പറഞ്ഞു. എന്തിനാ ഞാൻ തിരഞ്ഞെടുത്തത്? ഇറ്റ്സ് റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ്. എന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിലേക്ക് ഒരു ടീച്ചറിൽ നിന്ന് ഒരു സർവേ എടുക്കാൻ പോയാൽ ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക്. അതിന്റെ ജഡ്ജ്മെന്റ് ആണ്. അത് വലിയ പാടാണ്. അതേ സ്ഥാനത്ത് മലബാറിലെ ഒരു സ്കൂളിലേക്ക് നമ്മള് സർവേക്ക് പോയാൽ എല്ലാരും കൂടെ വട്ടം കൂടിയിട്ട് ഒരു സർവേ പൂർത്തീകരിച്ചതിന് ശേഷം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. സോ ഞാൻ സാമ്പിൾ തിരഞ്ഞെടുക്കാൻ ഉപയോഗിച്ചത് പർപ്പസീവ്, ജഡ്ജ്മെന്റൽ, സെലക്റ്റീവ് ഓർ സബ്ജക്റ്റീവ്. ബിക്കോസ് അത് റിസർച്ചറുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് ചെയ്തതാണ്. എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ്, ഫോർത്ത്, സ്നോബോൾ സാമ്പിളിംഗ്. സ്നോ, SNOWBALL, snowball sampling. സ്നോബോൾ സാമ്പിളിംഗ് എപ്പോഴാണ് ഉപയോഗിക്കുക? അല്ലെ, പന്തെറിഞ്ഞു കൊടുക്കാന്നല്ലേ, ഒരാൾ മറ്റൊരാൾക്ക് എറിഞ്ഞു കൊടുക്കുക, അയാൾ വേറെ ആൾക്ക് എറിഞ്ഞു കൊടുക്കുക. ഇതിനെയാണ് ഈ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയാം. ഹാർഡ് ടു റീച്ച് ഗ്രൂപ്പ്സ്. ഒരിക്കലും നമുക്ക് ആ സാമ്പിളിലേക്ക് ചെന്നെത്താൻ പറ്റില്ല. കാരണം അവർ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ ചെയ്യുക? സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കാൻ പറ്റും. അഥവാ ഈ നാട്ടിലെ എയ്ഡ്സ് രോഗികളെ കുറിച്ച് എനിക്ക് പഠിക്കണമെങ്കിൽ ഇവരെവിടെയാണെന്ന് നമുക്ക് വല്ലതും അറിയോ? ഇല്ല. അവരെയാണ് നമ്മൾ ഹാർഡ് ടു റീച്ച് ഗ്രൂപ്പ്സ്, എത്തിപ്പെടാൻ പ്രയാസമുള്ള ആളുകൾ.
അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും പോയി ആശുപത്രി പോയിട്ട് ഒരാളുടെ പിന്നെ ഇൻഫോർമേഷൻ എടുക്കും. എന്നിട്ട് അയാളെ വീട്ടിൽ പോയി പറഞ്ഞതിന് ശേഷം ഡാറ്റ എടുത്തതിന് ശേഷം അയാളടുത്ത് ചോദിക്കും, ഇതുപോലെ നിങ്ങളെപ്പോലെ രോഗമുള്ള മറ്റാരെങ്കിലും നിങ്ങൾക്കറിയോ? അയാൾക്ക് അത് അറിയും. അയാൾ പറയും, ഇന്നാലിന്ന സ്ഥലത്ത് എനിക്കൊരു കൂട്ടുകാരൻ അവനും ഇതാണ്. അപ്പൊ നമ്മൾ അവനെറിഞ്ഞ ബോള് വേറൊരാളുടെ അടുത്തേക്കാണ്, അയാളടുത്ത് പോകും. അവിടെ നിന്ന് എടുത്തതിന് ശേഷം അയാളടുത്ത് വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അറിയോ? അപ്പൊ അയാള് ബോള് വേറെ ആൾക്ക് അറിയും. അങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നീണ്ടു പോകുന്ന ഈ സാമ്പിളിങ്ങിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ആക്സിഡന്റൽ സാമ്പിളിംഗ്. ആക്സിഡന്റൽ സാമ്പിളിംഗ് ഇല്ലേ? കേൾക്കുമ്പോ തന്നെ അറിയാം. ഞാനിങ്ങനെ തേടിയ വള്ളി കാലി ചുറ്റിന് കേട്ടിട്ടില്ലേ? ഞാനൊരു സാമ്പിളിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോഴാണ് എങ്ങനെയോ ആക്സിഡന്റലായിട്ട് മുന്നിൽപ്പെട്ടത്. അപ്പൊ അയാളെങ്ങോട്ട് എടുത്തു. ഇതാണ് ആക്സിഡന്റൽ സാമ്പിളിംഗ് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ. നമ്മൾ നേരത്തെ ഒരു ചോദ്യം എഴുതി വെച്ചിട്ടേ, ആദ്യം ഒരു ചോദ്യം എഴുതി വെച്ചില്ലേ? അല്ല, രണ്ടാമത്തെ ചോദ്യം. ഇനി അതിന്റെ ഉത്തരം പറഞ്ഞേ. BDE only. BDE only. Option 5. Option. Oh, sorry, option 4. Option 4. Oh, great. Option 5. Yeah, great. എങ്ങനെ പിള്ളേരെ കിട്ടി? ഇതാണ് സംഭവം. ഇപ്പൊ ഇനി സാമ്പിളിങ്ങുമായി എന്ത് ചോദിച്ചാലും നമ്മൾ എഴുതൂലേ? പറ പിള്ളേരെ, എഴുതണം. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ അതിന്റെ അത് പഠിച്ചത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? പറയട്ടെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് പറയാൻ സമയമുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ്? 2020 ചോദിച്ചൊരു ചോദ്യമാണ്. Which is the usual sequence of steps in a scientific research? A, hypothesis, making by identifying the variables. B, felt need. Sir, repeat cheyavo. Yes, hypothesis making by identifying the variables. In B, felt need, FELT hyphen need, felt need, which is creating the problem. C, identifying the difficulty and problem statement formulation. Then D, data analysis
data analysis and interpretation. E, collection of data using appropriate research tools. ഇനി അതിന്റെ ആൻസർ ആണ് താഴെ. 1, yes, collection of data using appropriate research tools. ഇനി അതിന്റെ ഉത്തരമാണ് നമ്പർ 1. സെർച്ച് ടൂൾ അല്ലേ സർ? അതെ, ടൂൾസ് പ്ലൂറൽ. യെസ്. 1 A C B D E. രണ്ടാമത്തേത് B C A E D. Number 3 C D E B A. 4 നാലാമത്തേത് B A C E D. 4 ഓപ്ഷൻ. അതെ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം കാണുമ്പോഴ് അല്ലേ, ഇതാണ് ആദ്യം ക്വസ്റ്റ്യൻ തുറക്കുമ്പോഴേ ഈ ചോദ്യം കണ്ടാ എങ്ങനെ ഇരിക്കും? അപ്പോഴേ നമ്മുടെ എനർജി മുഴുവൻ പോയിട്ട് ഇനിയിപ്പോ ബാക്കിയുള്ളത് എങ്ങനെയാവുമെന്ന് വിചാരിക്കും. പക്ഷെ ഇതെന്ത് സിമ്പിളാന്ന് നോക്കി. എന്താ പഠിക്കേണ്ടത്? ഇത് ഏത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാമോ? സ്റ്റെപ്സ് ഇൻ എ റിസർച്ച് അല്ലേ? അതെ, നമ്മുടെ പഠനത്തിലെ ഒരു വലിയ ഭാഗമാണ് സ്റ്റെപ്സ് ഇൻ എ റിസർച്ച്. എന്ത് ഗൗരവമുള്ള കാര്യം ചെയ്യുമ്പോഴും അതിനൊരു സ്റ്റെപ്പ് ഇല്ല. ആദ്യം ചെയ്യേണ്ടത് അവസാനവും അവസാനം ചെയ്യേണ്ടത് ആദ്യവും ചെയ്യാറില്ലല്ലോ അല്ലേ? അതിനൊരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഒരു ഘടനയുണ്ട് അല്ലേ? അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കയറി വരും. ഇപ്പൊ ആകെ കൺഫ്യൂസിങ് ആണ്. ഇതിപ്പോ എന്താ സാധനം? ഒന്നുമില്ല അല്ലേ? നമ്മളെ പറ്റിക്കുകയാണ്. പക്ഷെ നമ്മൾ വീഴുവോ? ഇല്ല. അതെ, ഇത് ഇനി നോക്കി. ഏതാണ്ട് എല്ലാ ടൈപ്പ് റിസർച്ചിനും അല്ലേ, എല്ലാ ടൈപ്പ് റിസർച്ചിനും ഒരു 10 സ്റ്റെപ്പാണുള്ളത്. 10 കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. വളരെ സിമ്പിളായ സാധനമാണ്. അത് എന്താണ് നമ്മൾ ഇങ്ങനെ മാല കോർത്ത പോലെ ഇങ്ങനെ പറയാം അല്ലേ? അപ്പൊ നമുക്ക് അതങ്ങ് മനസ്സിലാവും. അതെ, ആദ്യം നമുക്ക് ഈ 10 ഒന്ന് എഴുതി വെക്കണം. സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. ഉറക്കത്തിൽ ചോദിച്ചാലും ഇതിന്റെ ഓർഡർ ഇങ്ങോട്ട് അറിയണം. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് അല്ലേ? ഓർഡർ അറിയണം. റിസർച്ചിന്റെ സ്റ്റെപ്സ് നമ്മൾ പഠിക്കും. വളരെ ലളിതമായി. 1, നമ്പർ 1, ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. 1, ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. അപ്പൊ നമ്മള് ഒരു 10 ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പഠിക്കും. ഇതില് 10ലും 10 ടൈപ്പിലും നമ്മൾ സ്റ്റെപ്സ് ഉണ്ടാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കൂടെയാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് ആ ഓർഡറിൽ ഒരു 10 സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മളങ്ങ് മനസ്സിലാക്കി എഴുതാനാണ് ചെയ്യാറുള്ളത് അല്ലെ? എല്ലാത്തിനും
ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, എന്നാൽ ഏതാണ്ടെല്ലാം ഒരുപോലെയാണ്. അപ്പൊ നമ്മളെ എല്ലാത്തിനും ഉത്തരം ആൻസർ ചെയ്യാൻ, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഇതിന്റെ ഈ മൊത്തത്തിലുള്ള സ്റ്റെപ്സിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയും. അതിൽ ഒന്നാമത്തത് ഏതാ? സ്റ്റെപ്സ് ഓഫ് റിസർച്ചില് നമ്പർ 1 ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. നമ്പർ 2 review of review of related literature. മൂന്നാമത്തത് formulation of രണ്ടാമത്തെ ഒന്നും കൂടെ പറയൂ സർ. പറയാം. രണ്ടാമത്തത് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ. 3 formulation of hypothesis. നാലാമത്തത് definition of key terms, key terms and concepts. Sir, key terms and concepts. CONCEPTS, concepts. Number 5 definition of population, sample and sampling. sir ipo parne onnude parayavo, break aayi sir. Definition of population, comma, sample and sampling. Number 6 development of research design. Development of research design. Number 7 development of instrumentation plan. Number 8 collection of data. Number 9 data analysis and interpretation. And the last, number 10 report writing. അപ്പൊ നമ്മളെ മുന്നേ എഴുതിയ ചോദ്യത്തിലെ ഉത്തരത്തിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാര്യം
ഈ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ അവസാന ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് ആ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ എന്താണ് എന്ന് അറിഞ്ഞെങ്കിലേ ആ ഓർഡർ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? യെസ്. കുറുക്കു വഴികളില്ലല്ലോ, അല്ലേ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, വളരെ എളുപ്പമാണെന്ന് ഇതെല്ലാം. അതിൽ ഒന്നാമത്, റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. അതെ, നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ പണി. പ്രോബ്ലം എവിടെ? ഹലോ സാർ. ഹലോ. യെസ് യെസ്. സാർ ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്സ് ഇല്ലേ, 10 സ്റ്റെപ്സ്, ഓ, അതൊന്ന് ഗ്രൂപ്പിൽ എങ്ങാനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ ഇടയിൽ ലെഫ്റ്റ് ആയിപ്പോയി. ഇടുന്നതെല്ലാം നമ്മള് പിന്നെ ഗ്രൂപ്പിനകത്ത് ഇതിന് ശേഷം ഈ നമ്മള് മാക്സിമം 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ആ 100 ക്വസ്റ്റ്യനും അതിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിലിട്ട് തരും. അതല്ല സാർ, ഈ സ്റ്റെപ്പ്, ഈ 10 സ്റ്റെപ്പുകൾ ഒന്ന് ഇട്ട് തരാൻ പറ്റുമോ? കാരണം ഞാൻ ഇതിന്റെ ഇടയിൽ ലെഫ്റ്റ് ആയിപ്പോയി. ഓക്കെ താങ്ക് യു സാർ. അപ്പോ എന്താ പറഞ്ഞേ, ഒന്ന്, ഈ റിസർച്ചിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ റിസർച്ച് വേണ്ടതുള്ളൂ. അതെ. അപ്പൊ റിസർച്ച് ചെയ്യണമെങ്കിൽ ഒരാൾ ആദ്യം എവിടെയാ പ്രശ്നം എന്ന് കാണണം. എവിടെയാ പ്രശ്നം എന്ന് കാണണം. പ്രശ്നം എവിടെ കിടക്കണെന്ന് എല്ലാവരും നോക്കിയാൽ കാണൂല. പിന്നെ ആര് നോക്കിയാലാ കാണാം? അത് റിസർച്ചർ നോക്കിയാലേ കാണുള്ളൂ. അപ്പൊ റിസർച്ചറിന് ഒരു കണ്ണുണ്ട്, അല്ലേ? റിസർച്ചേഴ്സ് ഐ. ആ കണ്ണ് വെച്ച് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റിസർച്ചറിന്റെ കണ്ണിനെ കുറിച്ച് പറയാറുള്ളത്, എല്ലാവരും നോക്കിയതിലേക്കാണ് ഒരു റിസർച്ചർ നോക്കിയത്, പക്ഷേ ആരും കാണാത്തതാണ് റിസർച്ചർ കണ്ടത്. ദാറ്റ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. അല്ലേ? ക്ലിയർ? ആ പ്രശ്നം കണ്ടാലോ, ഈ പ്രശ്നം കണ്ടതിന് ശേഷം അയാളിൽ അസ്വസ്ഥതയുണ്ടാക്കി. ആ അസ്വസ്ഥത ഇനി പരിഹരിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എനിക്ക് കാണണം, എനിക്ക് കണ്ടെത്തണം. എന്നിട്ട് ഒരു സ്ഥാപനത്തിൽ അതിന്റെ റിസൾട്ടുമായിട്ട് എനിക്ക് പോകണം. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. അപ്പൊ അത്രയും വലിയ ഒരു ഉത്തരവാദിത്വമാണ് റിസർച്ചേഴ്സിന് ഉള്ളത്. പ്രശ്നത്തെ കണ്ടുപിടിക്കുക, സ്പോട്ട് ഔട്ട് ദ ഐഡന്റിഫിക്കേഷൻ, സ്പോട്ട് ഔട്ട് ദ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് അതൊരു വലിയ കഴിവാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം. എല്ലാവരും നോക്കിയതിലേക്ക് തന്നെയാണ് റിസർച്ചർ നോക്കിയത്, പക്ഷെ ആരും കാണാത്തതാണ് റിസർച്ചർ കണ്ടത്. അങ്ങനെയുള്ള ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആ സാധനം, അതിന് ന്യൂനെസ്, പുതുമയുണ്ടായിരിക്കണം, അല്ലെ? അതിനൊരു പുതുമ ഉണ്ടാവണം. 20 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ ഇന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു പുതുമ വേണം. യൂട്ടിലിറ്റി, അതിനൊരു ഉപയോഗമാണല്ലോ. ഇത് ചെയ്താൽ ഇതിനകത്ത് ഒരു ഉപയോഗമുണ്ടായിരിക്കണം. ഞാൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു ജനറലൈസബിലിറ്റി ഉണ്ടാവണം. വെറും ഒരാൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന ഒരു റിസർച്ചർ ചെയ്യണ്ടല്ലോ, മറിച്ച്
ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്ന ജനറലൈസബിലിറ്റി ഉള്ള ഒരു പ്രശ്നത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. പ്രാക്ടിക്കബിലിറ്റി ഉണ്ടാവണം. പ്രശ്നമൊക്കെ ഞാൻ കണ്ടു, പക്ഷെ അത് റിസർച്ചർ ഉദ്ദേശിച്ചത് കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഈ റിസർച്ച് ഇത്രയും കാലയളവിൽ ചെയ്ത് തീർക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഈ റിസർച്ച് നടത്താൻ പറ്റുമോ, ഇങ്ങനത്തെ ഒന്നും പോകാനും പാടില്ല. കാരണം റിസർച്ച് ഫീസിബിൾ ആയിരിക്കണം, നടക്കുന്നതായിരിക്കണം. ചിലപ്പോ റിസർച്ച് ചെയ്യാൻ വേണ്ടി സൂപ്പർവൈസറുടെ മുന്നിൽ ചെല്ലുമ്പോ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇപ്പൊ നടക്കുമെന്ന്, ഫീസിബിൾ ആണോ? അവ തറപ്പിച്ച് പറയാൻ പറ്റണം, യെസ് അത് നടക്കും, നടക്കാനുള്ളതാണ്. അതിപ്പോ നടത്തിയിട്ടിപ്പോ എന്താ അതിന്റെ ഗുണം? അപ്പൊ ആ ഗുണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ പ്രശ്നം കണ്ടെത്തുക, അല്ലെ, അതിന്റെ സകല വശങ്ങളും മനസ്സിലാക്കുക, അതിന്റെ നീഡ് അനാലിസിസ്, അതിന്റെ ഉദ്ദേശം എന്താണ്, പ്രോബ്ലം അനാലിസിസ്, പ്രശ്നം എന്താണ്, സൊല്യൂഷൻ അനാലിസിസ്, അതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇതെല്ലാം കൂടെ കാണുന്നതാണ് ഇതിലെ ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത്. സംഗതി ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അല്ലെ? ഇതൊക്കെ മനസ്സിലാക്കലാണ് ആദ്യം, ഒരു ധാരണ ഉണ്ടാക്കലാണ്. റിസർച്ച് എങ്ങനെ നടത്താം എന്നത് തീരും, അല്ലെ? ഇതെല്ലാം കൂടെ ഒന്ന് ഒറ്റക്കിരുന്ന് ആലോചിച്ച് മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ മുഴുവൻ ഒരു പാക്കറ്റ് ആക്കാൻ, പാക്ക്ഡ് തോട്ട്സ് പാക്ക് ചെയ്യാൻ പറ്റിയാൽ, ദാറ്റ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഇതിന്റെ ബാക്കി പൂർത്തീകരിക്കേണ്ടത്. ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, റിസർച്ചിന്റെ 4 ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത്. സാമ്പിളിംഗ് ടെക്നിക്കിലെ 10 എണ്ണം പഠിച്ചു. പിന്നെ നമ്മൾ വന്നത് റിസർച്ചിന്റെ സ്റ്റെപ്സിലേക്കാണ്, അത് നമ്മൾ തുടങ്ങി വെച്ചു. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പൂർത്തീകരിക്കും. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സർ.